നമസ്കാരം. പുതുവൈപ്പിലെ IOC പ്ലാന്റിനെതിരായ ജനകീയ പ്രതിരോധമാണ് ഈ മഹാപുരുഷാരം. എന്തുകൊണ്ടാണ് IOC പ്ലാന്റിനെതിരെ ജനങ്ങൾ രംഗത്തിറങ്ങിയത് എന്നറിയുന്നതിന് വേണ്ടിയാണ് പുതുവൈപ്പിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. സമരസമിതി കൺവീനർ മുരളി വളരെ സാങ്കേതികമായി ഇത് വികസനത്തിനെതിരായിട്ടുള്ളൊരു പ്രക്ഷോഭമായി പോലും ചിലർ കാണുന്നുണ്ട്. പോലീസ് അതിക്രമം നിങ്ങൾക്ക് എതിരെ ഉണ്ടായപ്പോഴാണ് ഈ നിലയിലേക്ക് ഇത് വളർന്നത്. എങ്ങനെയാണ് ഈ സമരത്തെ, എന്തുകൊണ്ടാണ് ഈ സമരത്തെ എതിർക്കുന്നതെന്ന് വളരെ ചുരുക്കി. ഈ പ്രദേശവാസികളാരും തന്നെ കേൾക്കാം. ഈ പ്രദേശവാസികളാരും തന്നെ വികസനത്തിന് എതിര് നിൽക്കുന്നവരല്ല. വികസനം എന്ന കാഴ്ചപ്പാടിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം. LPG ഇമ്പോർട്ട് ടെർമിനൽ ഇവിടെ 2009 മെയ് 18 ഇവിടുത്തെ സീവാൾ പൊളിച്ചു മാറ്റിക്കൊണ്ട് ഇതിൻ്റെ മതിൽ നിർമ്മാണം ആരംഭിച്ചത് അന്നാണ്. അന്ന് പറഞ്ഞിരുന്നത് ഈ കേരളത്തിലെ ഗ്യാസ് ക്ഷാമം പരിഹരിക്കാനാണ് ഇതിവിടെ സ്ഥാപിക്കുന്നതെന്നാണ്. ആ 2009 ഇവർ പറയുന്നത് പോലെ ഗ്യാസിന് ഇത്തിരി ഷോർട്ടേജ് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നതല്ല അവസ്ഥ. കൊച്ചിൻ റിഫൈനറിയുടെ വികസനത്തിൻ്റെ ഭാഗമായി 20,000 കോടി രൂപയുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് അവിടെ കേരളത്തിൻ്റെ ആവശ്യത്തിൻ്റെ 20 ഇരട്ടി ഈ സ്റ്റേറ്റിൽ തന്നെ LPG ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് വികസനത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഇടത്തിൽ നിന്ന് കേവലം 30 മീറ്റർ മാത്രം അകലം പാലിച്ചുകൊണ്ട് ഈ LPG ടെർമിനൽ ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഇത് ഇവിടുത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കാരണം ഇത്രയും ഹൈ എക്സ്പ്ലോസീവായിട്ടുള്ള ഒരു ഉൽപ്പന്നം ലോകത്ത് വേറെയില്ല. ഞങ്ങളിത് 2009 മുതൽ തന്നെ ഇതിനെതിരെ സമരവുമായി രംഗത്തുള്ളതാണ്. ഇന്ന് പല മാധ്യമങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഇത് ഈ ഫെബ്രുവരി 16 മുതലുള്ള സമരമാണെന്ന്. അല്ല, ഈ ടെർമിനലിനെ ഞങ്ങൾ എതിർക്കുന്നതിൽ 2-3 ഘടകങ്ങളിൽ ഒന്ന്, ഇത് ഇവർക്ക് കിട്ടിയിരിക്കുന്ന ECയുടെ ലംഘനമാണ്. എൻവയറമെൻ്റൽ ക്ലിയറൻസ് ഒരു കേന്ദ്ര പ്രോജക്റ്റാണിത്. ഏത് കേന്ദ്ര പ്രോജക്റ്റ് ആയാലും ഇവിടെ സ്ഥാപിക്കണമെങ്കിൽ ഈ സ്റ്റേറ്റിൻ്റെ അനുവാദം വേണം. പ്രത്യേകിച്ച് തീരമേഖലയിലായതിൻ്റെ പേരിൽ കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ റെക്കമെൻഡേഷൻ ലെറ്റർ വേണം. അവർ കൊടുത്ത റെക്കമെൻഡേഷൻ ലെറ്ററിൽ പറയുന്നു, 9/12/2009 നൽകിയ ആ ലെറ്ററിൽ പറയുന്നു, ഈ പ്രോജക്റ്റ് ഹൈറ്റൈഡ് ലൈനിൽ നിന്നും, അതായത് വേലിയേറ്റ രേഖയിൽ നിന്നും 200 മീറ്റർ അകലം പാലിച്ചുകൊണ്ട് 300 മീറ്ററും ഇടയിലാണ് സ്ഥാപിക്കേണ്ടതെന്നാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന അനുവാദത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഈ റോഡിന് പടിഞ്ഞാറ് വശം ആവറേജ് കടൽ തീരം തന്നെയുള്ളത് 250 മീറ്ററാണ്. യാതൊരു കാരണവശാലും 300 മീറ്റർ ഈ പ്രോജക്റ്റിൻ്റെ തെക്ക് ഭാഗത്ത് വീതിയുണ്ട്. 200 മീറ്ററിനും 300 മീറ്ററിനും ഇടയിലുള്ള 100 മീറ്റർ സ്ഥലത്ത് ഇതൊരിക്കലും വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ തടയേണ്ട ഉത്തരവാദിത്വം ഈ സ്റ്റേറ്റിനാണ്. കാരണം സ്റ്റേറ്റ് പറഞ്ഞ സ്ഥലത്ത് പണിയണുണ്ടോ എന്ന് നോക്കേണ്ടത് സ്റ്റേറ്റാണ്, കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ്. ആ അതോറിറ്റിയുടെ ഏറ്റവും കീഴേ ഘടകം ഇവിടുത്തെ ഗ്രാമപഞ്ചായത്താണ്. ഈ ഗ്രാമപഞ്ചായത്തിൽ നിന്നും യാതൊരുവിധ അനുമതിയും ഇവർക്ക് ലഭിച്ചിട്ടില്ല. ഗ്രാമപഞ്ചായത്തിൻ്റെ റെക്കമെൻഡേഷൻ ലെറ്റർ ഇല്ലാതെയാണ് നേരിട്ട് ഇവരെ കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ പോയത്. 5 ലക്ഷം രൂപ ഫീസ് കെട്ടിയിട്ടാണ് 200 മീറ്റർ അകലം പാലിച്ചുകൊണ്ട് ഇവിടെ സ്ഥാപിക്കാൻ അവർക്ക് അനുവാദം ലഭിച്ചിട്ടുള്ളതും. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2010 ജൂലൈ 5 MOFൽ നിന്ന് ഇവർക്ക് ക്ലിയറൻസ് കിട്ടിയിരിക്കുന്നത്. ഈ ക്ലിയറൻസ് വെച്ചുകൊണ്ടാണ് ഇവിടെ ഈ അനധികൃത നിർമ്മാണം ഇവിടെ നടത്തുന്നത്. ഇതിവിടെ ഇട്ടുപോയ പദ്ധതിയാണ്. കാരണം അതിനുശേഷം 2015 ഡിസംബർ 2 2 ട്രെയിലറുകളിൽ ഇരുമ്പ് ഷീറ്റായിട്ട് ഇവിടെ പണി ആരംഭിക്കാൻ വന്നപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ അതിനെ തടഞ്ഞു. അന്ന് തിരിച്ചു കൊണ്ടുപോവുകയും അതിനുശേഷം അവർ പോലീസ് പ്രൊട്ടക്ഷൻ്റെ മറവിൽ ഈ സാധനം കയറ്റിവെക്കാനും തിരിച്ച് ലോറികൾ പാസ് ചെയ്തു പോകാനുമുള്ളൊരു പോലീസ് പ്രൊട്ടക്ഷൻ്റെ മറവിൽ ഇവരിവിടെ നിർമ്മാണം ആരംഭിച്ചു. അതിനുശേഷം ഞങ്ങൾ കഴിഞ്ഞ ജൂലൈയിൽ ഈ നിയമലംഘനത്തിനെതിരെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ ഞങ്ങളൊരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും ഒരിടക്കാല ഉത്തരവ് വന്നിട്ടുണ്ട്. അതിലും പറയുന്നത് ECയിലെ കണ്ടീഷനും കണ്ടന്റും പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് പണിയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് വന്നിട്ടില്ല. ഈ ജൂലൈയിൽ 4 കേസ് വീണ്ടും ആർഗ്യുമെൻറ്റിന് വരികയാണ്. ഇത്തരം സാഹചര്യം നിലനിൽക്കുമ്പോൾ കഴിഞ്ഞ മാസം 11-ാം തീയതി അതിനു മുമ്പ് ഞങ്ങൾ ഈ ഫെബ്രുവരി 16 മുതൽ അനധികൃത നിർമ്മാണം ഉപരോധിച്ചുകൊണ്ട് ഞങ്ങൾ സമരം ആരംഭിച്ചു. അതിനുശേഷം ഇതിവിടെ 120 ദിവസം പണി മുടങ്ങിക്കിടന്നു. കഴിഞ്ഞ 11-ാം തീയതി മുഖ്യമന്ത്രി ഈ തടസ്സപ്പെടുത്തലിൻ്റെ ഭാഗമായി ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചു. ആ ചർച്ച ഏകദേശം 50 മിനിറ്റ് നീണ്ടു. എല്ലാ വിശദാംശങ്ങളും പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം ആരോടും ആലോചിക്കാതെ കമ്പനിക്കാരോട് പറഞ്ഞു,
നിങ്ങൾ നിങ്ങളുടെ പണിയുമായി മുന്നോട്ട് പോയിക്കോളൂ. സമരക്കാർ ഇതിനോട് സഹകരിക്കണം. ഞങ്ങൾ പറഞ്ഞു CRZ അങ്ങയുടെ വകുപ്പാണ്, പരിസ്ഥിതി വകുപ്പും അങ്ങയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇത് CRZന്റെ ലംഘനമാണ്. കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് പറഞ്ഞ സ്ഥലത്തല്ല അവർ വെക്കുന്നത്. അതുകൊണ്ട് ഈ തീരുമാനം പുനഃപരിശോധിക്കേണ്ടതാണ്. ഇതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല. അതിനുള്ള മറുപടി അദ്ദേഹം പറഞ്ഞത് CRZൽ നമ്മൾ തന്നെ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ CRZ നോക്കണ്ട. എനിക്കിത്ര പറയാനുള്ളത്, നിങ്ങൾ ഇത് നിർമ്മാണത്തോട് IOCയോട് യോജിക്കുക. വികസനം ഇതിന് തടസ്സം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഭരണഘടനാപരമായി ഭരണഘടനയെ സംരക്ഷിച്ചു കൊള്ളാമെന്നും ഇവിടുത്തെ നിയമങ്ങൾ പരിപാലിച്ചു കൊള്ളാമെന്നും സത്യപ്രതിജ്ഞ നടത്ത് മുഖ്യമന്ത്രി ഈ നിയമലംഘനത്തിനെതിരെ എല്ലാവിധ സന്നാഹങ്ങളും കൊടുത്തുകൊണ്ട് അത് DGPയെ വിളിച്ചിരുത്തിക്കൊണ്ടാണ് ചർച്ച ചെയ്തത്. ഈ സംഭവവികാസങ്ങൾക്ക് ഉത്തരവാദി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ശ്രീ സുഭാഷ്, ഏത് നിലക്കാണിത് സാധാരണക്കാരായ ആളുകൾക്ക്, ഇവിടുത്തെ പൊതുസമൂഹത്തെ ഏത് നിലക്കാണിത് ബാധിക്കുക? സുരക്ഷാ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ വേഗം. വൈപ്പിൻ ഏഷ്യയിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയേറിയ പ്രദേശമാണ്. ഇളകുന്നപ്പുഴ പഞ്ചായത്തിലെ ജനസംഖ്യ 65,000-ഓളമാണ്. വൈപ്പിൻ നിവാസികൾ വികസനത്തിനെതിരല്ല. എതിരായിരുന്നുവെങ്കിൽ ഇവിടെ ഈ LNG പ്ലാന്റ് ഒന്നും വരില്ലായിരുന്നു. LNG പ്ലാന്റൊക്കെ വന്നപ്പോൾ അതുമായി സഹകരിച്ച് അത് പൂർത്തീകരിക്കാൻ എല്ലാ പിന്തുണയും കൊടുത്തവരാണ് വൈപ്പിൻ നിവാസികൾ. പക്ഷേ LPG പ്ലാന്റ് ഇത് ഒരു കാരണവശാലും ഇവിടെ പറ്റില്ല എന്ന് തന്നെയാണ് നമ്മുടെ തീരുമാനം. നമുക്കറിയാമല്ലോ, ചാലയിൽ ഉണ്ടായ LPGയുടെ ടാങ്കർ ലോറി മറിഞ്ഞു. കരുനാഗപ്പള്ളിയിൽ ടാങ്കർ ലോറി മറിഞ്ഞു. എത്ര ദാരുണമായ സംഭവം ഉണ്ടായത്. അപ്പോൾ ഇത്രയും വലിയ ഒരു ടാങ്ക് ഇവിടെ സ്ഥാപിച്ചാൽ ഉണ്ടാകുന്ന ഒരു ചെറിയ സംഭവം മതി. അത് വൈപ്പിൽ മാത്രമല്ല, കൊച്ചി, എറണാകുളം പട്ടണം വരെ കത്തി ചാമ്പലാകാൻ പറ്റുന്ന വിധത്തിലുള്ള ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാക്കാൻ പറ്റുന്ന സംവിധാനം ഇവിടെ വേണ്ട എന്ന് തന്നെയാണ് ജനങ്ങളുടെ തീരുമാനം. പിന്നെ ആർക്കായത് നിർബന്ധം? അവിടെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പറയുന്നത് വേണ്ട, ഇവിടെ LNG വന്നല്ലോ, എതിർത്തില്ലല്ലോ. അപ്പോൾ വൈപ്പിൻ നിവാസികൾ ഒരിക്കലും വികസന കാര്യങ്ങൾക്ക് എതിരല്ല. ചേലൂർ പുരുഷൻ, ഇത് കൊച്ചി നഗരത്തിലെ LPG ഷോർട്ടേജ് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു വികസന പദ്ധതിയായിട്ട് വർഷങ്ങൾ, ഇതിപ്പോൾ ഇന്ന് വന്നതല്ല, വർഷങ്ങളായി ആവിഷ്കരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ നമ്മുടെ ആവശ്യങ്ങളുണ്ട്. ഒരു വീട്ടിൽ 2 ഗ്യാസ് സിലിണ്ടർ എന്നുള്ള നിലയിൽ ആവശ്യങ്ങളുണ്ട്. സ്വാഭാവികമായും നമുക്ക് ഇത്തരം പദ്ധതികളോടുള്ള എതിർപ്പുമുണ്ട്. ഏതിനാണ് മുൻതൂക്കം നൽകേണ്ടതെന്ന് സംബന്ധിച്ച് പൊതുസമൂഹത്തിൻ്റെ ഒരു നിർണയം നടത്തേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും അതിനകത്ത് വളരെ വ്യക്തമാണ്. ജനങ്ങളുടെ ആവശ്യം പറഞ്ഞുകൊണ്ട് ഏറ്റവും ജനവിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പാക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ അജണ്ടയാണ്. ജനങ്ങളുടെ ആവശ്യം പറഞ്ഞുകൊണ്ട്, ജനങ്ങളുടെ ആഗ്രഹം പറഞ്ഞുകൊണ്ട്, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ജനവിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന തരത്തിലേക്ക് ഗവൺമെൻറ് മാറുന്നു എന്നുള്ളതാണ്. ഇവിടെ LPGക്ക് കേരള സമൂഹത്തിൽ ഒരു വരുന്ന 10 വർഷത്തേക്കുള്ള ഷോർട്ടേജ് ഒന്നും അവരുടെ IOCയുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളിൽ കാണുന്നില്ല. ആവശ്യത്തിന് LPG മൂവ്മെൻ്റ് ഉണ്ട്, ആവശ്യത്തിനുള്ള കാര്യങ്ങൾ. പക്ഷേ ഇവിടുത്തെ പ്രധാന പ്രശ്നം, ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഇത്രയും തിക്കലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ എല്ലാ പരിസ്ഥിതി നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഇങ്ങനൊരു പ്ലാന്റ് വേണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യത്തിൽ ആ ചോദ്യം വളരെ പ്രസക്തമാണ്. മാത്രമല്ല, സ്റ്റേറ്റ് നിയമങ്ങൾ ലംഘിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. സ്റ്റേറ്റിന് നിയമങ്ങൾ ലംഘിക്കാമെങ്കിൽ ഇവിടുത്തെ പൗരന് ലംഘിക്കാമെന്നുള്ള സ്ഥിതി വരും. ഭരണഘടന അനുശാസിക്കുന്ന ജീവിക്കാനുള്ള അവകാശത്തിന്മേലുള്ള ലംഘനം തന്നെയാണ്. കാരണം 91-ലെ CRZ മാനേജ്മെന്റിന്റെ പഠനം അനുസരിച്ചിട്ട് ഇത് അതിവേഗം കടലെടുക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതിവേഗം കടലെടുക്കുന്ന ഇപ്പൊ 8 വർഷത്തെ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ 50 മീറ്റർ കടൽ കരയിലേക്ക് കയറിയതായിട്ട് കണക്ക് പറയുന്നു. അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരു കാര്യം ജനങ്ങളുടെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് പണിയുന്നത് കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ. കണ്ടെയ്നർ ടെർമിനൽ വന്നപ്പോൾ എന്താ പറഞ്ഞത്? ഇവിടുത്തെ തൊഴിലില്ലായ്മ പൂർണ്ണമായിട്ടും ഇല്ലാതാകും. ഇവിടെ വികസനം ഉച്ചകോടിയിലെത്തും. ഏതാണ്ട് ഹോങ്കോങ്, ദുബായ് പോലെയൊക്കെ ആയിക്കൊണ്ട് ഇവിടുത്തെ ഒരൊറ്റ ചെറുപ്പക്കാരൻ പോലും തൊഴിലില്ലാതെ നടക്കേണ്ടി വരില്ല. അത്തരത്തിൽ ഉള്ള ഒരു വലിയ പദ്ധതി ഞങ്ങൾ കൊണ്ടുവരുന്നു വല്ലാർപാടത്ത്. അതിന് തടസ്സം നിൽക്കുന്ന നിങ്ങളെല്ലാം തന്നെ നക്സലൈറ്റുകളാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾക്കറിയാം, LNG ഇവിടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ വന്നു, ഏതെങ്കിലും ഒരു കുഞ്ഞിന് പണി കിട്ടിയതായിട്ട് നമുക്കറിയില്ല. മറിച്ച് നല്ലോണം നടന്നിരുന്ന ഒരു ടെർമിനൽ, ഒരു പോർട്ട് ഇല്ലാതായി എന്നത് മാത്രമാണ്. അതുപോലെ തന്നെയാണ് വലിയ താല്പര്യമെടുത്ത് വൻകിട പദ്ധതി കൊണ്ടുവരുന്നതിന് പിന്നിൽ വലിയ കോർപ്പറേറ്റ് അജണ്ടയുണ്ട്. ആ കോർപ്പറേറ്റ് അജണ്ട കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന ഏറ്റവും വിനാശകരമായിട്ടുള്ള വികസനം അതേപടി കേരളത്തിൽ നടപ്പാക്കാമെന്ന
സർക്കാരിന്റെ ഒരു വാശിയാണ് ഇതിൽ. ശ്രീ മുരളി, ഇതിന് മറുപക്ഷമില്ല. നമുക്ക് അങ്ങനെ ഒരു വാദം ഉന്നയിക്കാൻ ഈ ചർച്ചയിൽ ആരുമില്ല. പക്ഷേ അവർ ഉന്നയിക്കുന്നത് ഇതിനെല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഹാൻഡ് ബുക്ക് അടക്കം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ നാട്ടുകാർക്ക്? എൻ്റെ കൈവശമുള്ള ഹാൻഡ് ബുക്ക് IOC ഞങ്ങൾക്ക് വേണ്ടി തന്നതല്ല. ഇപ്പം സുഭാഷ് ചേട്ടൻ പറഞ്ഞു നമ്മൾ LNG ഒക്കെ സ്വാഗതം ചെയ്തു. ഇവിടുത്തെ ജനങ്ങളാരും LNG സ്വാഗതം ചെയ്തിട്ടില്ല. ഇതെല്ലാം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണ്. ഞങ്ങൾ സഹോദരൻ അയ്യപ്പൻ്റെ കാലം തൊട്ട് ഒരു വൈപ്പിൻ എറണാകുളത്തിന് വേണ്ടി സമരം ചെയ്ത ജനമാണ്. ഈ പാലം വന്നത് ഞങ്ങൾക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യം സുഗമമാക്കാനാണ്. ഞങ്ങൾ ബോട്ടിലൂടെ വളരെയധികം കഷ്ടപ്പെട്ട് എറണാകുളത്ത് പോയിരുന്ന ആൾക്കാരാണ്. ഈ പദ്ധതികളൊന്നും ഒരു പ്രകടന പത്രികയിലും ആരും ഓഫർ ചെയ്തിട്ട് വന്നതല്ല. ആരും LNG വരാനായിട്ട് ഇവിടെ സമരം ചെയ്തിട്ടില്ല. KRL വരാൻ സമരം ചെയ്തിട്ടില്ല. ഈ IOC വരാനും സമരം ചെയ്തിട്ടില്ല. ഇതെല്ലാം ഈ രാഷ്ട്രീയ ദല്ലാളന്മാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നൊരു പരിപാടിയാണ്. LNG വന്നപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പൈപ്പ് ലൈൻ വഴി വെള്ളമെടുക്കുന്ന പോലെ ഗ്യാസ് നിങ്ങളുടെ വീട്ടിലെത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. അതോടൊപ്പം 1000 കോടി ടാക്സ് ഇനത്തിൽ നമ്മുടെ സ്റ്റേറ്റിന്റെ ഖജനാവിലെത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. ഏഷ്യയിലില്ല ഈ ഉപരിതലത്തിൽ ഇത്രയും വലിയ 50 ലക്ഷം ടണ്ണിന്റെ കപ്പാസിറ്റിയുള്ള LNG ടാങ്ക്. ഈ ഡെൻസിറ്റിയുള്ള സ്ഥലത്ത് ആൾപ്പാർപ്പുള്ള സ്ഥലങ്ങളിൽ നിന്ന് 25 കിലോമീറ്റർ അകലം പാലിച്ചുകൊണ്ട് ഇത് സ്ഥാപിക്കണമെന്നാണ് EP ആക്ടിലെ ഗൈഡ് ലൈൻസിൽ പറയുന്നത്. ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഇത് വെക്കുന്നത് നമ്മൾ ജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധികളുടെ എല്ലാവരുടെയും ഒത്താശയോടുകൂടിയാണ്. അതിന് ഇടതെന്നോ വലതെന്നോ വ്യത്യാസമില്ല. ഇവിടുത്തെ MP വലതാണെങ്കിൽ ഇവിടുത്തെ MLA ഇടതാണ്. അപ്പൊ ഇതൊന്നും ഞങ്ങളുടെ ആവശ്യപ്രകാരം വന്നതല്ല. ആ ഹാൻഡ് ബുക്കിന്റെ കാര്യം ഞാൻ പറയാം. ഈ ഹാൻഡ് ബുക്ക് ഇറങ്ങിയത് 2013 ഈ LNG കമ്മീഷൻ ചെയ്ത നമ്മുടെ മൻമോഹൻ സിംഗ് വന്നപ്പോഴാണ്. ഇത് മാലിപ്പുറം ഗ്രാമപഞ്ചായത്ത്, ഞങ്ങളുടെ ഇളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വെച്ച് 30 പേർക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്തുകൊണ്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കാൻ വന്നു. അപ്പം ഞാൻ ആദ്യം ചോദിച്ചു, ഇത് പഞ്ചായത്ത് ചെയ്യുന്ന പരിപാടിയാണെന്ന് ചോദിച്ചപ്പോൾ അത് അവർക്ക് ആർക്കും അറിയില്ല. ഞാൻ സെക്രട്ടറി വിളിച്ച് പറഞ്ഞത് ഇത് പഞ്ചായത്ത് പരിപാടിയല്ല, ഇത് കമ്പനി നേരിട്ട് ചെയ്യുന്ന പരിപാടിയാണ്, പഞ്ചായത്തിൻ്റെ സ്ഥലം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഇത് പരിപാടിയോട് വേണ്ടെന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് ഇതിൻ്റെ മിനിസ്റ്റർ വേണം, ഞങ്ങളിത് ആരാണ് ഇതിൻ്റെ അതോറിറ്റി എന്ന് അറിയണം, ഞങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉദ്യോഗസ്ഥൻ ആരാണ്, ഗവൺമെൻറ് ആണോ എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. അതവിടെ നടന്നില്ല. അതവർ നടത്തി. അവരുടെ കോമ്പൗണ്ടിനകത്ത് കുറേ അവരുടെ ഈ പറഞ്ഞ യൂണിയൻകാരെയൊക്കെ 30 പേരെ വെച്ചുകൊണ്ട് ഒരു 10 ബാച്ചിന് കൊടുത്താൽ അവരുടെ ആ ഒരു പരിപാടി കഴിഞ്ഞു. അതിനുള്ള ഒരു കാര്യം ഈ പുസ്തകമാണത്. അന്ന് ഈ പുസ്തകമാണ് ഞങ്ങൾക്ക് ആശങ്ക വരുത്തിയ ഏറ്റവും വലിയൊരു ഘടകം. അതിനകത്ത് LNG ചോർന്നാൽ എന്ത് ചെയ്യണമെന്നുള്ള വിശദീകരണം ഇതിനകത്തുണ്ട്. അതായത് ആദ്യത്തെ ഒരു സൈറൻ 2 മിനിറ്റ് നിൽക്കുമ്പോൾ സാധാരണഗതിയിലുള്ളതാണ്. 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും 2 മിനിറ്റ് ഒരു സൈറൻ അടിച്ചാൽ LNG അവിടെ കോമ്പൗണ്ടിനകത്ത് ലീക്കായെന്നും അതിനുശേഷം ത്രൂ ഔട്ട് ഒരു 6 മിനിറ്റ് പുറത്തേക്ക് നീണ്ട സൈറൻ വന്നാൽ LNG ആ കോമ്പൗണ്ടിന് വെളിയിലായെന്ന്. അങ്ങനെ വെളിയിലാകുമ്പോൾ അവർ കൊടുത്തിരിക്കുന്ന പടമാണ് ഞാൻ ഇത്ര വലുതാക്കി എനിക്ക് ഈ രാത്രി വായിക്കാനുള്ളതിനടുത്താണ്. LNG ചോർച്ചയുണ്ടായാൽ എഴുതിയിരിക്കുന്നു, വീടിനുള്ളിൽ നിന്നും തുറസായ സ്ഥലത്തേക്ക് ഇറങ്ങുക, ഒരു പിടി പൂഴിമണ്ണ് മേലോട്ടെറിഞ്ഞ് കാറ്റിന്റെ ഗതി മനസ്സിലാക്കുക, ഒരു കൈലേസ് നിവർത്തി പിടിച്ചും കാറ്റിന്റെ ഗതി മനസ്സിലാക്കാം, കാറ്റിന്റെ ദിശ പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതിനു ശേഷം ദിശ നോക്കി ഉടനെ തന്നെ തുറസായ പ്രദേശത്തേക്ക് പോകണം. വാതക ചോർച്ചയുടെ അറിയിപ്പ് കിട്ടിയാൽ ഉടൻ തന്നെ താമസിക്കുന്ന വീടും പരിസരവും ഉപേക്ഷിച്ച് സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോകണം. എന്തെന്നാൽ നമ്മുടെ ജീവൻ മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതാണ്. എല്ലാവരും ഒത്തുചേർന്ന് സുരക്ഷിതമായ പ്രദേശത്ത് നിന്ന് അധികാരപ്പെട്ട വ്യക്തിയുടെ നിർദ്ദേശം കൂടാതെ പുറത്തിറങ്ങരുത്. വാതക ചോർച്ച സമയത്ത് വീട്ടിലുള്ള പ്രായാധിക്യമുള്ളവർക്കും വികലാംഗർക്കും അഭയം നൽകണം. എല്ലാ വാതിലുകളും ജനലുകളും അടയ്ക്കണം. റേഡിയോയിലൂടെ എന്തെങ്കിലും അറിയിപ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. രാത്രി സമയങ്ങളിൽ അപകടമുണ്ടാവുകയാണെങ്കിൽ ഉച്ചത്തിൽ ബഹളമുണ്ടാക്കി ചുറ്റുമുള്ള അയൽക്കാരെ ഉണർത്തുക. അതിനുശേഷം സംഭവത്തിന്റെ ചുരുക്ക വിവരം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇതിങ്ങനെ കിണ്ണം കൊട്ടി അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ മാർഗമില്ല. അതിനുശേഷം അവസാനം വളരെ ഏറ്റവും രസകരമായ ഒരു പടം കൊടുത്തിരിക്കുന്നു. ഒരു കുടുംബനാഥൻ അദ്ദേഹത്തിന്റെ ഭാര്യയെയും 2 കുട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അത്യാഹിത സമയത്ത് നിങ്ങളുടെയും കുടുംബത്തിന്റെയും സുരക്ഷ നിങ്ങളുടെ മാത്രം കൈകളിലാണെന്ന് ഓർക്കുക. 4500 കോടി രൂപ മുടക്കി ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി ഒരു LNG ടാങ്ക് പണിതപ്പോൾ ഇവിടത്തെ ജനങ്ങൾക്കുള്ള സുരക്ഷയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 30% പൈസ സുരക്ഷയ്ക്ക് വേണ്ടി ഉറപ്പാക്കുമെന്ന് IOC പറയുന്നു. ഇതിനെത്ര പൈസ ചെലവുണ്ട് ഈ ബുക്ക്ലെറ്റ് അടിക്കാൻ? ഇതാണ് സുരക്ഷ. ഇതാണ് ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെടുന്നത്. ഞങ്ങളുടെയും കുടുംബത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കണമെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇത് സ്ഥാപിക്കാൻ അനുവദിക്കാൻ പാടില്ല.
ആവശ്യം പറയുമ്പോൾ അത് ലീഗലായിട്ട് സ്ഥാപിക്കാനാണെങ്കിൽ അനുവദിക്കാൻ പാടില്ല. എന്നാൽ ഇവിടെ ഒരു വ്യത്യാസം, ഇവിടെ നടക്കുന്ന നിർമ്മാണം മുഴുവൻ ഇല്ലീഗലാണ്. ഇവർക്ക് റെക്കമെൻഡ് ചെയ്ത സ്ഥലത്തല്ല ഇവർ പണിയുന്നത്. 200 മീറ്റർ തീരം വിട്ടാൽ അത് നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ കമ്പനി കൂടുതൽ സുരക്ഷാ കാര്യങ്ങൾ ഏർപ്പാടാക്കാം എന്നുള്ള കാര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ചോദിച്ചു, അതും പറയാം. ഈ മുഖ്യമന്ത്രി ഇതുപോലെ ചർച്ച കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി നിങ്ങൾ പണി ആരംഭിച്ചോ, നിങ്ങൾ അതിനോട് ചേർക്കണമെന്നുള്ള ദാർഢ്യം പറഞ്ഞല്ലോ. ഞങ്ങൾ പിറ്റേ ദിവസം കരുതി ആ വാർത്ത പത്രത്തിൽ വരുമെന്ന കരുതിയത്. കാരണം കമ്പനിക്ക് അനുകൂലമായിട്ട് ആരെന്ത് പറഞ്ഞാലും മുഖ്യമന്ത്രി പച്ചക്കൊടി കാണിച്ചു. അല്ലെങ്കിൽ എൻജിനിയുടെ ഇടക്കാലത്തിന് വന്നപ്പോൾ ഈ ഗ്രീൻ ട്രിബ്യൂണലിൽ പച്ചക്കൊടി കാണിച്ചു എന്ന് പറഞ്ഞ് പച്ചാക്ഷരത്തിൽ 6 കോളം വാർത്തയാണ് ദേശാഭിമാനിന് കൊടുത്തത്. ഇവിടെ പണിക്കിറങ്ങാൻ നടക്കുന്ന കുറെ സഭന്മാരും ഈ കോർപ്പറേറ്റ് ശ്വാനന്മാരുടെ മലന്തീനികളുണ്ട് ഇവിടെ. അവന്മാര് എല്ലാവരും കൊട്ടി ഒളിച്ചു കിടന്നു. കാരണം അത്തരക്കാർക്ക് മാത്രമേ ഇതിന് കൂട്ടു നിൽക്കാൻ പറ്റുള്ളൂ. ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇത്തരം പ്രോജക്റ്റിന് കൂട്ടു നിൽക്കുന്ന, കാരണം ഈ ജനപ്രതിനിധികളുടെ പ്രാഥമിക ഘടകം ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിന് പകരം എംപിയുടെ ഞങ്ങൾ ഇതിന്റെ മെമ്മോറാണ്ടം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് 5-6 പേർക്ക് ഇത് വേണ്ടെങ്കിൽ വേണ്ട, ആ പ്രോജക്റ്റ് അവിടെ നടപ്പാക്കും. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ട്, അത് മാനുഷിക പരിഗണന വെച്ച് നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ കളക്ടർക്ക് ഡയറക്റ്റ് ചെയ്തു. MP പറഞ്ഞത് അതാണ് ഞങ്ങളുടെ ജനപ്രതിനിധി. അവരെ ഏത് ഗണത്തിൽ ഞങ്ങൾ പെടുത്തണം? ഇനി സുരക്ഷാ കാര്യം പറയാം. പിറ്റേ ദിവസം വന്ന വാർത്ത കളക്ടർക്ക് ഉത്തരവ് കൊടുത്തു, ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണോ. മൂത്രസംഘ പരിഹരിക്കണ പോലെ പരിഹരിക്കാൻ പറ്റിയ സാധനമല്ല അത്. കാരണം കളക്ടർ ചെയ്തു. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛന ഫോണിൽ വിളിച്ചു. ഞാനും ഇതിന്റെ ചെയർമാൻ ജയഘോഷ് അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു 4 പ്രാവശ്യം കളക്ടർ ഫോൺ വന്നു, ഞാൻ എടുത്തിട്ടില്ല, എന്ത് വേണം എടുക്കെന്ന് പറഞ്ഞു. എടുത്തു. അദ്ദേഹം പറഞ്ഞു ഇന്ന ദിവസം ഇവിടെ ഒരു ചർച്ചക്ക് വരണം. അദ്ദേഹം പറഞ്ഞു വരാം, ഞാൻ വരുമ്പോൾ ഒരു 3-4 പേര് എന്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ശരി, കൂട്ടിക്കൊന്ന് പറഞ്ഞു. കാര്യം ഞങ്ങൾക്കറിയാം ഞങ്ങളെ കയറ്റില്ല. ഞങ്ങളെ കയറ്റിയാൽ അവരുടെ വാദമുഖങ്ങളെ മനോടിക്കാനുള്ള അറിവ് ഞങ്ങൾക്കുണ്ട്. പാവം വികാരി അച്ഛന് അദ്ദേഹത്തിന്റെ പള്ളിയായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് അറിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളും കൂടി വരണമെന്ന് പറഞ്ഞത്. ഞങ്ങൾ ചെന്നപ്പോ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റും ഉണ്ട് അവിടെ. അദ്ദേഹത്തിന് അതിനു മുമ്പ് ഉച്ചക്ക് കണ്ടപ്പോൾ മറ്റു കാര്യങ്ങളായിട്ട് കളക്ടറിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു, മുരിക്കുമാടൻ ശ്മശാനമായിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അവിടെ ഇരിക്കുന്ന? അതിന് ഞാൻ ഉച്ചക്ക് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞങ്ങൾ അച്ഛനെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ തോളെ പിടിച്ച് ഞങ്ങൾ വന്നാൽ ഞങ്ങളെ വിളിച്ചിട്ടില്ല. കാരണം ഞങ്ങളെ വിളിക്കില്ല. ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ അച്ഛനെ മാത്രം വിളിച്ചു. പാത്രത്തിൽ പറഞ്ഞു അവരെ 3 പേര് എൻ്റെ കൂടെ ഉണ്ട്, അവരെ കയറ്റണം. ഞങ്ങൾ 2 പേരെ വിളിച്ചു. മൂന്നാമതൊരു ഷാജു ജോർജ് ഉണ്ടായിരുന്നു, KRL സീസർ, പുള്ളിനെ വിളിച്ചില്ല. ഞങ്ങൾ നിർബന്ധം പറഞ്ഞു അദ്ദേഹത്തിന് പുറത്തെടുത്ത് ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല. അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം എന്താ, ഈ കമ്പനിയുടെ പ്രോജക്റ്റ് ഇപ്പോഴത്തെ ഇൻചാർജ് ധനപാണ്ഡ്യനും കുറച്ച് ആൾക്കാരും അതേപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെയും ബോയിലേഴ്സ് ആൻഡ് ഫാക്ടറീസിൻ്റെയും ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഈ വിളിച്ചിരുത്തിക്കൊണ്ട് ഇവർ സേഫ്റ്റി ക്ലാസ് കൊടുക്കാൻ വിളിച്ചതാണ്. ഒരു ചെറിയ സ്ക്രീൻ ഇട്ടിട്ടുണ്ട് വേഗം. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇതിന്റെ സേഫ്റ്റി ഞാൻ അറിഞ്ഞിട്ട് എന്തിനാ, ഞാൻ 2 കൊല്ലം 3 കൊല്ലം ഇരുന്നിട്ട് ഞാൻ എൻ്റെ കാര്യത്തിന് പോകും. കാരണം പള്ളിയിലച്ഛൻ്റെ വിശപ്പടങ്ങിയാൽ ഇടവകയിലെ എല്ലാവരും വിശപ്പടങ്ങില്ല. അദ്ദേഹം മാത്രം കേട്ടിട്ട് കാര്യമില്ല, ഈ ഇടവകയിലുള്ള എല്ലാവരും കേൾക്കേണ്ട. അതുകൊണ്ട് എന്നോടത് പറയണ്ടെന്ന് പറഞ്ഞു. ബാക്കി കാര്യം ഞങ്ങൾ പറഞ്ഞു. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ കോമ്പൗണ്ടിനകത്ത് എത്ര വലിയ അളവിൽ ഗ്യാസ് ചോർന്നാലും ഒരു കസേരയിൽ നിന്നൊരു ബട്ടൺ അമർത്തിയാൽ ആ സെക്കൻഡ് വെച്ച് അത് പരിഹരിക്കാനുള്ള എല്ലാ സംവിധാനവും അതിനകത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ കോമ്പൗണ്ടിനകത്ത് വെളിയിൽ വന്ന് അതിന് മറുപടിയില്ല. ഞാൻ പറഞ്ഞു 2.8 കിലോമീറ്റർ ജെട്ടിയിൽ നിന്ന് ഇവിടെ പൈപ്പ് ലൈൻ ഇട്ടാണ് ഇതിലേക്ക് വരുന്നത്. ആ പൈപ്പ് ലൈൻ ഈ ഭൂമിക്ക് മുകളിലൂടെ ഉപരിതല പൈപ്പ് ലൈൻ എന്നാണ് പ്രോജക്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിനൊരു ലീക്ക് ഉണ്ടായാൽ ഒരു നോസിൽ ഫയറോ ജെറ്റ് ഫയറോ വന്നാൽ 150 മുകളിലേക്കുള്ള അളവിലേക്ക് അത് ഫയർ ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ സ്വിച്ച് ഇട്ടാൽ നിൽക്കുമെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ അണ്ടർഗ്രൗണ്ട് ഇടാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തോന്നിയ പോലെ പറയാനുള്ളതല്ല, പ്രോജക്റ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് ഇവരെല്ലാം പറയുന്ന സേഫ്റ്റി സംവിധാനം OISD എന്ന് പറയുന്ന ഒരു മാനദണ്ഡം അവർ പറയുന്ന ഓയിൽ ഇൻഡസ്ട്രി സേഫ്റ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ പെട്രോളിയം കമ്പനികളുടെ എല്ലാവരും ഒരു കൺസോർഷ്യമാണ്. അവരുടെ ഒരു നോംസ് ഉണ്ട്, അതനുസരിച്ചുള്ള സേഫ്റ്റി അവർ പറയുന്നത്. അത് അവരുടെ കമ്പനിക്കകത്താണ്. പുറത്തുള്ള ജനങ്ങൾക്ക് ഒരു സേഫ്റ്റിയും ഇല്ല. മണ്ണ് വാരിയിട്ട് മുകളിലോട്ട് നോക്കിയിട്ട് കാറ്റിന്റെ ഗതിയൊക്കെ ഓടുക, അതാണ് ജനങ്ങളുടെ സേഫ്റ്റി. പുരുഷൻ, ഈ വൈപ്പിന്റെ ഒരു പാരിസ്ഥിതിക ഘടന എന്താണ്? ഇത് കടല് ക്രമാതീതമായി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖല എന്നുള്ള നിലയിൽ സാധാരണ ജനജീവിതത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമാണോ ഇനി ഒരു 10-25 വർഷത്തേക്ക് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ? നമുക്കറിയാം ഒരു നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് വലിയ വെള്ളപ്പൊക്കത്തിൽ പേമാരിയിൽ ഉയർന്നു വന്ന വെള്ളപ്പൊക്കത്തിൽ തുടർന്നു വന്ന കരവച്ചൊരു ഭൂമിയാണ്. പക്ഷേ ഇവിടുത്തെ ജനനിബിഡമായിട്ടുള്ള ഈ അവസ്ഥ
ഇവിടുത്തെ മനുഷ്യരെല്ലാവരും തന്നെ കടലിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്നും നമ്മൾക്കെല്ലാവർക്കും അറിയാം. ഇവിടുത്തെ ജീവനോപാധിയും കടൽ തന്നെയാണ്. ആ കടലിൽ നിന്ന് മനുഷ്യനെ പതിയെ പതിയെ അകറ്റുന്ന ഒരു പ്രക്രിയയാണ് കഴിഞ്ഞ 4 നൂറ്റാണ്ടായിട്ട് ഇവിടെ തുടർന്നു വരുന്നത്. നമ്മൾക്കറിയാം, കടലോരത്ത് ജീവിക്കുന്ന ജനതയെ പതിയെ പതിയെ അകറ്റുക എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് വളരെ പരിസ്ഥിതി സൗഹൃദമായിട്ട് ജീവിക്കുന്ന ജനങ്ങളെ അവിടെ നിന്ന് മാറ്റി പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്, അല്ല വികസനമൊന്നുമല്ല. ഇതിനകത്ത് വലിയ പല അജണ്ടകളുമുണ്ട്. ആ അജണ്ടകൾ ജനങ്ങൾ പതിയെ പതിയെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഈ സമരത്തിന്റെ വീര്യം. ശ്രീ സുഭാഷ്, ഇത് നമുക്കറിയാം, കടലുമായി ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ടാണ് സ്വാഭാവികമായും LNG പ്രോജക്റ്റ് ഈ നിലയിൽ ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു ആലോചന നേരത്തെയുള്ള ഗവൺമെൻറ്റുകളും ആവിഷ്കരിച്ചത്. ഗവൺമെൻറ്റിനെ മാറ്റി സ്ഥാപിക്കുക എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലം ഇല്ല എന്ന് മാത്രമല്ല, കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം, ഈ മേഖലയാകെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ LNG അപര്യാപ്തത പരിഹരിക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ്. അതുകൊണ്ടായിരിക്കണം ഗവൺമെൻറ്റുകൾ ഇക്കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്തു പോകുന്നത്. മറ്റെന്ത് പോംവഴി നിർദ്ദേശിക്കാനുണ്ട് ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക്? ഇത് LNG അല്ല, LPGയുടെയാണ്. സോറി, LPG LNGയേക്കാളും അപകടകാരിയായ സംവിധാനമാണ് അത്. ഈ പ്രദേശത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, LNG ഇവിടെ വന്നു. അന്ന് ശക്തമായ ഒരു സമരത്തിലേക്ക് LNG വരരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം മുന്നേറ്റമൊന്നും ഉണ്ടായില്ല. LNG വന്നു, അവിടെ സ്ഥാപിക്കപ്പെട്ടു. ഇന്നിപ്പോൾ LPG വരെയാണ്. 2009 ഇത് വന്നപ്പോൾ തന്നെ ശ്രീ മുരളിയുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ സമരസമിതി ഉണ്ടാക്കി ഇതിവിടെ വേണ്ട എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിയമപരമായിട്ടും സർക്കാർ തലത്തിലും ഒക്കെ നിവേദനങ്ങളും സമരങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നു. നമുക്ക് ചോദിക്കാനുള്ളത്, വികസനം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ജനങ്ങളുടെ ജീവന് സുരക്ഷിതത്വമില്ലാത്ത അല്ലെങ്കിൽ ജീവൻ അപകടപ്പെടുത്തുന്ന ഒരു വികസനത്തിനാണ്. അത് നമ്മൾ എന്ത് പേര് കൊടുക്കും? ആ വികസനം നമുക്ക് ആവശ്യമില്ല. ജനങ്ങളെ സഹായിക്കുന്ന, ജനങ്ങൾക്ക് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട വികസനമാണ് നമുക്ക് ആവശ്യം. പക്ഷേ ഇവിടെ അതല്ല. നമ്മുടെ ഈ പ്രദേശം തന്നെ മൊത്തം, ഇപ്പോൾ നമുക്കറിയാം, ഇത് പുതുവൈപ്പ് കടലിൽ വെച്ച ഒരു പ്രദേശമാണ്. കടൽ അതാണ് പുതുവൈപ്പ് ഇതിനെ പറയുന്നത്. ഈ പ്രദേശത്ത് വന്ന് താമസിക്കുന്ന 10-40 വർഷങ്ങളായിട്ട് വന്ന് താമസിക്കുന്ന ആ 100 കണക്കിന് ആളുകൾ, ആ ആളുകളുടെ കുടുംബം ഉൾപ്പെടെ തന്നെ കത്തിച്ചാമ്പലാകുന്ന വിധത്തിലുള്ള ഒരു വികസനം ഇവിടെ ആവശ്യമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു ആവശ്യമാണോ? പറഞ്ഞോ. കഴിഞ്ഞ 126 ദിവസങ്ങളായി ഞങ്ങൾ നടത്തിയ ഈ ജനകീയ സമരത്തെ പോലീസിന്റെ ഗുണ്ടായിസം ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് നയങ്ങളെക്കുറിച്ചാണ്. ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ അമ്മമാർക്ക്, ഞങ്ങളുടെ കുട്ടികൾക്ക് പരിക്ക് പറ്റി. ആ പരിക്ക് പറ്റിയതിന്റെ കൂട്ടത്തിൽ എൻ്റെ കൈവരെ ഒടിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഈ അമ്മമാരെയും കുട്ടികളെയും എല്ലാം ഉപദ്രവിച്ച, ഞങ്ങളുടെ ഈ പുതുവൈപ്പിലെ ജനങ്ങളെ ഉപദ്രവിച്ച ആ ഉപദ്രവത്തിന്, ആ പോലീസ് ഗുണ്ടായിസത്തിന് നേതൃത്വം കൊടുത്ത യതീഷ് ചന്ദ്രയ്ക്കും SP അനന്തലാൽ സാറിനുമെതിരെ ഇവിടുത്തെ ഈ പിണറായി വിജയൻ ഗവൺമെന്റ് എന്ത് നടപടി എടുക്കും, അല്ലെങ്കിൽ എന്ത് നടപടി എടുത്തു എന്നതിനെ കുറിച്ച് ഞങ്ങൾക്കറിയാം. ശരി, പറഞ്ഞോ. ഹലോ സാർ, ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, LPG നമുക്കറിയാം വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. ഇതിന്റെ തൊട്ടടുത്ത് നമ്മളിപ്പോ ഇതിന്റെ ഇതിന്റെ സ്റ്റോറേജ് ടാങ്ക് ഉണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ക്രൂഡ് ഓയിലിന്റെ ടാങ്ക് ഉണ്ട്. അതിന്റെ അപ്പുറത്ത് LNG ടാങ്കുകളുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയിൽ നമ്മുടെ ഇപ്പൊ രാഷ്ട്രീയപരമായിട്ടുള്ള അന്തരീക്ഷം, ഇന്റർനാഷണൽ റിലേഷൻസ് ഒക്കെ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. സപ്പോസ് ഇൻ കേസ് ഒരു ക്രൈസിസ് ഉണ്ടാണ്, അല്ലെങ്കിൽ ഒരു വാറിന്റെ ഒരു അറ്റ്മോസ്ഫിയർ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഈ ഇവിടെ LPG സ്റ്റോറേജ് ടാങ്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ കൊച്ചി സിറ്റി, ഇവിടെ നമ്മൾ എല്ലാ സംഗതികളും നമ്മുടെ കൊച്ചി കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. DP വേൾഡ്, കൊച്ചിൻ പോർട്ട്, ഇന്റർനാഷണൽ എയർപോർട്ട്, നേവൽ ബേസ്, എല്ലാ സംഗതികളും നമ്മൾ ഇവിടെ വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഉള്ള ഒരു സംഗതി ഇവിടെ ഈ ജനങ്ങൾക്ക് ഇത്രയും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, മറ്റു പ്രശ്നങ്ങൾ ഇതുണ്ട്. ഇത്രയും പ്രശ്നങ്ങളെല്ലാം കവർ ചെയ്ത് ഇതിനെ എല്ലാം കണക്കിലെടുക്കാതെ ഇത്രയും ഒരു പ്രോജക്റ്റ് ഇവിടെ കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യമില്ല. ഗവൺമെന്റിന്റെ കൂടി ആവശ്യമാണ് ഇത് വരാതിരിക്കുക എന്നുള്ളത്. അത് ആ ലെവലിലേക്ക് ആളുകൾ ആലോചിക്കേണ്ടതാണെന്ന്. താമസിക്കാൻ തുടങ്ങിയിട്ട് 10-50 കൊല്ലമായി. ഇത്രയും ദുരന്തമുള്ള ഈ IOC ഞങ്ങൾക്ക് ഇവിടെ വേണ്ട. എന്താണ് ഞങ്ങളെ കൊല്ലാനാ തീരുമാനിച്ചിരിക്കുന്നത്? ഇത്രയും ജനസാധ്യതയുള്ള പ്രദേശത്ത് ഈ സാധനം കൊണ്ടുവന്ന് ഞങ്ങളെ കൊല്ലാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഞങ്ങൾക്കിത് വേണ്ട. ഞങ്ങൾക്ക് ഈ IOC എന്ന സാധനം ഇവിടെ വേണ്ട. ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങളുടെ മക്കൾക്ക് ജീവിക്കണം.
അതുകൊണ്ടിട്ട് എല്ലാ മക്കളും ഈ പുതുവൈപ്പിലുള്ള എല്ലാ മക്കൾക്കും ഇവിടെ ജീവിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. ഈ IOC ഞങ്ങൾക്ക് ഇവിടെ വേണ്ട വേണ്ട വേണ്ട. എന്തുകൊണ്ട് വേണ്ട എന്താന്ന് പറഞ്ഞില്ലേ, ഈ മക്കളെ ജീവിക്കണം, ജനിച്ച മണ്ണിൽ ജീവിക്കാൻ ആണ് ഞങ്ങളെ ആഗ്രഹിക്കുന്നത്. ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്തുകൊണ്ട് വേണ്ട? നിങ്ങളൊക്കെ സമരത്തിൽ പോവുകയും യതീഷ് ചന്ദ്രയുടെ അടികൊള്ളുകയും ചെയ്തിട്ടുള്ള ആളുകളല്ലേ, നിങ്ങൾക്ക് എന്താ ഒരു ഉഷാറില്ലാത്ത? പറയേ, എന്തുകൊണ്ട് വേണ്ട? പറഞ്ഞോ പറഞ്ഞോ, മൈക്ക് കൈമാറ്. ആ, കുറെ ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതാ ഇവിടെ ഇവിടെ ഈ ഇവിടെ ഗ്യാസ് മണത്ത് മരിക്കാൻ ഞങ്ങൾക്കിവിടെ ആഗ്രഹമില്ല. ഞങ്ങൾക്കിവിടെ ജീവിക്കണം, സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതിനു വേണ്ടി സമരം ചെയ്യുന്നത്. ഞങ്ങളെ അണിച്ചമർത്താൻ നോക്കിയാൽ ഞങ്ങൾ തിരിച്ചടിക്കും. സാറേ, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്നറിയാമോ? ഞങ്ങൾ പൈസ മരിച്ചു പോയാലും പിള്ളേർക്ക് ജീവിക്കണം. പിള്ളേർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ഇത് വേണ്ടെന്ന് പറയുന്നത്. ഇത് കടലമ്മ തന്ന ഭൂമിയാണ് ഞങ്ങൾക്ക്. അല്ലാണ്ട് ഞങ്ങൾക്ക് മറ്റുള്ള സർക്കാർ തന്ന ഭൂമിയല്ല, കടലമ്മ വെച്ച ഭൂമിയാണ്. ഞങ്ങൾ ഈ കണ്ട ഈ 2 ദിവസം വരെ ഞങ്ങൾ വലിച്ചിറച്ച് ഞങ്ങളെ കൊണ്ടുപോയത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഈ റോട്ടിൽ വലിച്ചുകൊണ്ടുപോയത്? ഞങ്ങൾക്ക് കിടക്കാൻ പോലും കിടപ്പലും ഇല്ലാണ്ട് കിടക്കുന്ന സ്ഥലവും ഇത്. ഞങ്ങൾ കഞ്ഞി വെക്കാൻ പോലും വെള്ളം കൂടി ഇല്ല. കലങ്ങളും കഞ്ഞിക്കലങ്ങളും കറിക്കലങ്ങളും എല്ലാം കൊണ്ടുപോയി. ഞങ്ങൾ എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ ആൺമക്കൾ, ഞങ്ങളുടെ ഭർത്താക്കൻ പറഞ്ഞ് ഞങ്ങൾ ഇപ്പോഴും ആസ്പത്രി കിടക്കണേ, കയ്യും കണ്ടുപിടിച്ച്. ഇതൊക്കെയാണ് ഇവർ ചെയ്യേണ്ട കൃത്യങ്ങൾ. സാറേ, ഇവിടെ സാറിനെ കാണാൻ ഇത് തൊട്ട് ഇപ്പുറത്തുള്ള ബീച്ച് റോഡ് ഇത്രയും വെള്ളത്തിലാണ് ഞങ്ങളെ പെങ്ങാന്മാരും അമ്മമാരും കാരണന്മാരൊക്കെ ആൾക്കാർ നടന്നു പോകേണ്ട റോഡാണ്. വികസനമാണ് ഉദ്ദേശിച്ചതെങ്കിൽ ആദ്യം റെഡിയാക്കണ്ടേ? ഇതിൻ്റെ ഒരു 3-3.5 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന റോഡ് എല്ലാം ശോചനീയമായ അവസ്ഥയാണ്. ഇതിൻ്റെ അകത്തേക്ക് മാത്രം വരുന്ന റോഡ് നല്ല ഭംഗിയായിട്ട് ടാർ ചെയ്ത് കുട്ടപ്പനാക്കിയിട്ടേക്കാണ്. ഇത്രയും പ്രഹരശേഷിയുള്ള ഇത്രയും വലിയൊരു ടാങ്ക് ഈ തീരദേശത്തിന് തൊട്ട് പറ്റക്കണ കൊണ്ട് വെച്ചേക്കണം. കടലടിച്ച് അതിൻ്റെ ബേക്കിൽ ഭിത്തി പൊളിഞ്ചിറക്കുന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ അവസ്ഥയാണെങ്കിൽ കുറച്ചാളും കൂടി കഴിഞ്ഞാൽ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇതാണ് അവസ്ഥയെങ്കിൽ കുറച്ചാളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇനി ഈ സാർമാർ പോകുമ്പോഴേക്കും ഇതൊന്ന് ഷൂട്ട് ചെയ്ത് വേണമെങ്കിൽ ഈ തൊട്ട് ലൈറ്റ് ഹൗസ് റോഡ് ഒരു ആംബുലൻസ് പോകേണ്ട നടന്നു പോകാൻ പറ്റാത്ത ഗർഭിണികളെ പെങ്ങാന്മാരെ പൊക്കിയെടുത്ത് ഞങ്ങൾ ഓട്ടോറിക്ഷയൊക്കെ കയറി ഇപ്പുറത്തെ റോട്ടിൽ വന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇതിൻ്റെ ശോചനാവസ്ഥ ഇവിടെ ഈ സുനാമി നടന്ന ഏരിയയിൽ ഇവിടെ ഈ ഫണ്ടുകളൊക്കെ എല്ലാം മാറ്റി വിനിയോഗിച്ചിട്ട് ഇതിന് മാത്രമേ ഇവിടുന്ന് ഫണ്ട് കണ്ടെത്തി ഇത് ഇത്രയും വലിയ വികസനം ഉണ്ടാക്കി എന്ന് പറഞ്ഞത് ആർക്ക് വേണ്ടിയാണ്? ഞങ്ങൾക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ മുരളി, ഇപ്പോൾ ഇതിൻ്റെ വേലിയേറ്റ സമയത്ത് വലിയ തോതിൽ തിര അടിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പം ഞാൻ ആ പ്രദേശത്തെ ആ ഭാഗത്ത് അങ്ങേ അറ്റത്ത് പോയി നോക്കിയപ്പോൾ അവിടെ വിള്ളൽ വീണ് കിടക്കുന്നു. അത് ഇപ്പോഴത്തെ കൺസ്ട്രക്ഷനിലാണോ വിള്ളൽ, അതോ ഇനി അഥവാ ഇവിടെ LPG ടാങ്കർ വന്നാൽ തന്നെ ഈ തരത്തിലുള്ള അപകടം ഉണ്ടാകാനിടയുണ്ടോ? ഉണ്ടാകാനിടയുണ്ട്. കാരണം ഭൂമിക്കടിയിലുണ്ടായിരുന്ന ആ പയലാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത്. അത് ഈ കടലമ്മ തെളിച്ചു തന്നാണ് ഞങ്ങൾക്ക്. കാരണം അത് പൊട്ടിയിരിക്കുകയാണ്. ഈ പ്രദേശത്തിൻ്റെ അടിഭാഗം എന്ന് പറഞ്ഞാൽ വെറുതെ ഗ്രീസ് പോലത്തെ പ്രദേശമാണിത്. ഞങ്ങൾ പറയും ആടൽ എന്നൊക്കെ പറയും, ചെളി എന്നൊക്കെ പറയും. അതിൻ്റെ മേലെ കുറേ ചവറും അതിൻ്റെ മീതെ കുറേ കടൽ മണ്ണും കയറിയാണ് ഈ ഭൂപ്രദേശം നിലനിൽക്കുന്നത്. ഈ കിഴക്കുവശം കാണുന്ന ഇന്ന് ഈ വെള്ളക്കെട്ടായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ വളരെ പൊക്ക പ്രദേശവും മണ്ണുമായിരുന്നു. കൂന കൂട്ടിയിരുന്ന മണ്ണായിരുന്നു. ഇതെല്ലാം കിഴിപ്പോട്ടിരുന്നു പോയി. ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവർ എത്ര വലിയ ടെക്നോളജിയിലും ഈ കടൽ തീരം ഇത്ര അടുത്ത് നിൽക്കുന്ന സ്ഥലത്ത് സാൻപായിൽ ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു ടാങ്ക് പണിത് ആ ടാങ്കിനകത്ത് ഇവർ പറയുന്ന സേഫ്റ്റിയും ഇവരുടെ ഏറ്റവും വലിയ മൗണ്ട് ടാങ്ക് എന്ന് പറയുന്നത് അതിനകത്ത് കുറേ ഈ മെറ്റൽ പൊടി നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഇരുമ്പിൻ്റെ ടാങ്ക് പണിതിട്ട് അതിട്ട് മൂടുമെന്നാണ് പറയുന്നത്. കേവലം 2-3 കിലോമീറ്റർ അപ്പുറമാണ് നമ്മുടെ അഴിമുഖം നിൽക്കുന്നത്. 2.8 കിലോമീറ്റർ ഇവരുടെ കണക്കാണ് ഞാൻ പറയുന്നത്. അവിടെ DP വേൾഡിൻ്റെ ഭാഗമായിട്ട് 15 മീറ്റർ ആഴത്തിലേക്ക് അവർ ഡ്രഡ്ജിങ് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കടൽ തീരം ഒലിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെങ്ങനെ പയൽ ചെയ്താലും ഇതിൻ്റെ അടിത്തട്ടിൽ നിന്ന് കൂർന്നു പോകും. അതിനുള്ള ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. LNGയുടെ ആ പടിഞ്ഞാറ് വശം ഡ്രഡ്ജ് ചെയ്ത് ഒരുപാട് മണ്ണ് പെരുക്കൂനെ കൂട്ടി. ആ മണ്ണിൽ ഓടിയതോടുകൂടി ഒരു സുപ്രഭാതത്തിൽ ഭൂമി കുലുക്കം പോലെ ഈ മണ്ണ് കംപ്ലീറ്റ് കീഴ്പോട്ട് ഇരുന്ന് പോയി. അതിൻ്റെ ഇടയിലുള്ള റോഡെല്ലാം വിണ്ട് കയറി കേരളിൻ്റെ മതിലും ഇടിഞ്ഞു വീണു. നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ വലിയ മലയാണ് കീഴ്പോട്ട് പോയത്. കാരണം അത് സംഭവിച്ചത്
ഈ തുരപ്പനൊക്കെ മാളം ഉണ്ടാക്കുന്ന പോലെ അടിയിൽ നിന്ന് ചെളി വലിഞ്ഞു പോയി, മുകളിൽ ആ മണ്ണ് തട്ടായിട്ട് നിന്നു. അതിന് താങ്ങാൻ പറ്റാത്ത ലോഡ് വന്നപ്പോൾ അത് കിഴിപ്പോട്ട് പോയതാണ്. അപ്പോൾ അവിടെ ടച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഈ ചെളി ഊർന്നുകൊണ്ടിരിക്കും. അത്തരം ഒരു പ്രദേശത്ത് ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ ഈ 8 ടാങ്കും കണക്ട് ചെയ്യുന്ന പ്ലംബിങ്ങും പൈപ്പും എല്ലാം ഉണ്ടാകും. ഇതിവിടെ LPG ത്രൂ അല്ല ഇറക്കുമതി ചെയ്യുന്നത്. ആദ്യം ഒരു LPG ഇറക്കുമതി എന്ന് പറഞ്ഞാൽ LPG എന്ന് പറയുന്നത് ബ്യൂട്ടേൻ്റെയും പ്രൊപ്പൈൻ്റെയും മിശ്രിതമാണ്. ആ 60-40 എന്നുള്ള റേഷ്യോയിൽ ചേർക്കുമ്പോഴാണ് LPG ആകുന്നത്. അതോടൊപ്പം ലീക്ക് ചെയ്താൽ നമ്മൾക്ക് പെട്ടെന്ന് എളുപ്പം മണം അറിയാൻ വേണ്ടി ആ ചീത്ത സ്മെല്ലുള്ള മെർക്കാപ്റ്റൻ എന്ന് പറയുന്ന ഒരു വിഷവസ്തു കൂടി ചേർത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ഈ പ്രോസസ്സിങ് നടക്കുന്നത് ഇവിടെ വെച്ചാൽ. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് പ്ലംബിങ്ങാണ്. ആ കെട്ടുന്ന ടാങ്ക് ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഊർന്ന് ചെളി പോയാൽ അല്പം ഒരു ചെറിയ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ലീക്കാകാൻ അധികം നേരം വേണ്ട. ഇവർ പറയുന്ന രീതിയിലുള്ള എല്ലാ സേഫ്റ്റിയും ഉണ്ടായിരുന്നാണ് ജയ്പൂരിൽ ഇവരുടെ പ്ലാന്റ് കത്തിയത്. അവിടെ വെച്ചപ്പോൾ ഒരു വാൽവ് വെച്ചിരുന്നത്, പിന്നെ ആ അപകടം ഉണ്ടായപ്പോൾ അത് ക്ലോസ് ചെയ്യാൻ നോക്കിയപ്പോൾ ഓപ്പോസിറ്റ് തിരിച്ചാണ് ആ 1000 കോടി രൂപയുടെ നഷ്ടമുണ്ടായത്. അന്ന് മുരളി ദേവര എന്ന് പറഞ്ഞ പെട്രോളിയം മന്ത്രി പറഞ്ഞത് കത്തിത്തീരണവരെ നോക്കിക്കാനേ പറ്റുള്ളൂ. ഇതാണ് നമ്മളുടെ ടെക്നോളജി. LPGയോ പെട്രോളിയോ ഉൽപ്പന്നങ്ങളോ കത്ത് പിടിച്ചാൽ കത്തിത്തീരണവരെ നോക്കി നിൽക്കണം. ഇത്തരം ഒരു പ്രദേശത്ത് അത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു അപകടം നടന്നു കഴിഞ്ഞാൽ ഇവരിപ്പോൾ 300 കോടി മുടക്കി എന്ന് പറയുന്നുണ്ട്. എങ്ങനെ മുടക്കിയത്? ഈസി കിട്ടുന്നതിന് മുമ്പ് 110 കോടി രൂപ ഇവർ ഈ മതിൽ നിർമ്മാണത്തിന് മുടക്കി. അതിനുശേഷം ഈസി കിട്ടിയതിന് ശേഷമാണ് ബാക്കി മുടക്കിയത്. അപ്പോൾ ഈ പ്രോജക്റ്റ് വേണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നതിന് മുൻപേ പൊതുമേഖലാ സ്ഥാപനമായ നമ്മുടെ പണമെടുത്ത് ഒരു ദൂർത്തടിച്ചു. 110 കോടിയാണെന്ന് ഓർക്കണം. ഈ മതിലിൻ്റെ ചുറ്റളവ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ 2 കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിന് 15 കോടി ചിലവഴിക്കണം. അങ്ങനെ ഒരു വമ്പൻ അഴിമതിയും ഇതിനോട് ഒട്ടി നിൽക്കുന്ന ലേബർ കോൺട്രാക്ടർമാർക്കൊക്കെ അടിച്ചു മാറ്റാനുള്ള ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് ഇവിടെ യാതൊരു കാരണവശാലും ഇത്തരം പ്രദേശത്ത് ഇത് വെക്കാനേ പാടില്ല. ശരി, ഇവിടെ മൈക്ക് ഞങ്ങള് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഈ സമരം ചെയ്തത് ഞങ്ങൾക്ക് വേണ്ടി കൂടി മാത്രമല്ല, ഇനി വരുന്നൊരു തലമുറയ്ക്ക് വേണ്ടിയാണ്. കാരണം ഇതിവിടെ വന്നു കഴിഞ്ഞാൽ ദൂഷ്യഫലങ്ങൾ എല്ലാം ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ്. വേലിയേറ്റ രേഖയിൽ നിന്നും 200 മീറ്റർ അകലം പാലിക്കുമെന്ന് പറഞ്ഞിട്ട് അതൊന്നും ഇവർ പാലിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പോൾ പോയി നോക്കിയാൽ മനസ്സിലാവും, കടൽ ഇപ്പോഴും അടിക്കുന്നത് ഇതിൻ്റെ ഭിത്തിയിലാണ്. ഈ ഭിത്തിയിൽ അടിച്ചിട്ട് അടി മൊത്തം തൊളയായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്ത് അത് പൊളിഞ്ഞ് അവിടെ നിന്ന് മെറ്റലും സിമെന്റും എല്ലാം അങ്ങോട്ട് ഒഴുകി പോകാൻ തുടങ്ങിയേക്കാണ്. കടലിൽ ഇപ്പം മെറ്റൽ അടിഞ്ഞു കൂടിയിട്ട് മെറ്റലും അതുപോലെയുള്ള പാറക്കല്ലൊക്കെ അടിഞ്ഞു കൂടിയേക്കണം. ഇവരിൻ്റെ ഉള്ളിൽ അടിച്ചു കൂടിയ സാധനങ്ങളാണ് ഇപ്പോൾ അവിടെ അടിഞ്ഞു കൂടിയേക്കുന്നത്. ഈ സമരത്തിൽ നിന്നും ഞങ്ങൾ പിന്നോട്ട് മാറില്ല. കാരണം ഞങ്ങൾക്ക് ഈ സമരം ചെയ്യണത് ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ അങ്ങോട്ട് മരിക്കണോ ജീവിക്കണോ എന്ന്. മുഖ്യമന്ത്രി വിളിപ്പിച്ചാൽ പറഞ്ഞു 7000 പേർക്ക് ഇൻഷുറൻസ്, ഫുൾ എക്യുപ്പൈഡ് ഒരു ആംബുലൻസ്. അപ്പൊ മുഖ്യമന്ത്രിക്ക് ഉറപ്പാണല്ലോ ഞങ്ങൾ എന്തായാലും തീയിൽപ്പുള്ളി മരിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ തീയിൽപ്പുള്ളി മരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ഒന്നെങ്കിൽ ജീവിക്കുക, ഇല്ലെങ്കിൽ കൂടുതലും മരിക്കുക. ഞങ്ങളെന്തായാലും ഞങ്ങളായിട്ട് മരിക്കാൻ തയ്യാറല്ല. പിന്നീട് സർക്കാർ ഞങ്ങളെ കൊല്ലണമെന്നാണ് തീരുമാനിച്ചിരിക്കണമെങ്കിൽ അവർ കൊന്നോട്ടെ. പക്ഷെ അത് ഇവിടെ ഇത് വരുത്തി ഞങ്ങളെ കൊല്ലാന്ന് ആരും വിചാരിക്കണ്ട. അതിന് ഞങ്ങൾ മരണം വരെ പോരാടും. എന്തൊക്കെ ചെയ്യണമെന്നാണ് അതൊക്കെ ഞങ്ങൾ ചെയ്യും. അറ്റം വരെ ഞങ്ങൾ പോകും. ഇതിൽ നിന്നും ഞങ്ങൾ ഒരു അടി പോലും ഇവിടെ ഇരിക്കുന്ന ഒരു കുഞ്ഞ്, 1 വയസ്സുള്ള കൊച്ചു മുതൽ ആര് പ്രായമായ ഒരു വ്യക്തികൾ പോലും ഇതിൽ നിന്ന് പിന്നോട്ട് മാറാമെന്ന് ഒരു ഭരണാധികാരികളും വിചാരിക്കേണ്ട, ഒരു സർക്കാരും വിചാരിക്കേണ്ട. അത് നടക്കില്ല, നടക്കില്ല. പുരുഷൻ, ഈ സാധാരണഗതിയിലുള്ള ഒരു കടലോര പ്രദേശത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിയൊരു റോഡുണ്ട്. ഈ പറയുന്ന രീതിയിൽ കടലിൻ്റെ മുഴുവൻ മറ പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രൊജക്റ്റും വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈ തീരപ്രദേശങ്ങളെ, അതായത് ഈ പുതുവായ്പ് എന്ന് പറയുന്ന തീരപ്രദേശങ്ങളെ, അവിടുത്തെ ഡ്രെയിനേജ് സംവിധാനത്തെ ആകെ ബാധിക്കില്ലേ? എങ്ങനെയാണ് ഇവിടുത്തെ ഡ്രെയിനേജ് സംവിധാനം എന്ന് എനിക്ക് വ്യക്തിപരമായി ഞാൻ കണ്ടിട്ടില്ല. ഇത് നമ്മൾക്കറിയാം, കഴിഞ്ഞ 10 വർഷമായിട്ട് വലിയ വികസനം പറയുന്ന ആളുകളൊന്നും ഈ റോഡ് പോലും നന്നാക്കിയിട്ടില്ല. സാധാരണക്കാരെ അത് പറയണ്, ഈ റോഡ് പോലും നന്നാക്കാത്ത ആളുകളാണ് വലിയ വികസനത്തെ കുറിച്ച് പറയുന്നത്. ഇതിന്റെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടൊന്നും അതിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ കാണുന്നില്ല. ഈ CR-സെറ്റ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്തരം തീരമേഖലകൾക്ക് പാരിസ്ഥിതിക സൗഹൃദമാകുന്നതിന് വേണ്ടിയാണ്. പക്ഷേ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ഗവൺമെന്റ് തന്നെ നടത്തുന്നു. ഇതിനകത്തുള്ള വേലിയിറക്ക സംവിധാനത്തിനുള്ള എല്ലാ ഘടകങ്ങളും മുറിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഓൾറെഡി ഇപ്പോൾ ഇത് കെട്ടുന്നതോടുകൂടി അപ്പുറത്തൊക്കെ മുറിഞ്ഞു പോയിരിക്കുകയാണ്. ഇതിനകത്ത് പല തോടുകളും ഇടത്തോടുകളും എല്ലാം തന്നെ മുറിഞ്ഞു. മുമ്പുണ്ടായിരുന്ന വർഷകാലത്തുള്ള വെള്ളക്കെട്ടാണെങ്കിലും എന്താണെങ്കിലും ഒഴുകിപ്പോകുന്ന എല്ലാ സംവിധാനങ്ങളും പോകുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. എനിക്ക് ഇവിടുത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കാൾ ഉപരി ഈ വിഷയത്തെ സർക്കാരിൻ്റെ സമീപനത്തെക്കുറിച്ചാണ് എന്നെ പറയാൻ അനുവദിക്കണം. കാരണം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ജനങ്ങൾ സമരം ചെയ്യുകയാണ്. ആ സമരത്തെ ഒരു ജനകീയ സർക്കാർ എങ്ങനെ നേരിടുന്നു എന്നാണ് എനിക്ക് പ്രധാനമായിട്ടും ചർച്ച ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ളത്. ഞാൻ അതിനും കൂടിയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇന്നവിടെ
തല പൊട്ടി ഒലിച്ചു വന്ന 19-ലധികം ആളുകൾക്ക് വേണ്ട ചികിത്സ കിട്ടാൻ, അടിസ്ഥാന ചികിത്സ കിട്ടാൻ പോലും തയ്യാറാണ്. ഞാനത് പറയാം, ഒരാൾക്ക് തല പൊട്ടി ചോര ഒലിച്ചിട്ട് അയാൾക്ക് ട്രിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ട്രിപ്പ് തീർന്ന് ബ്ലഡ് തിരിച്ചു കയറുന്നു, അയാൾ ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യുന്നു. ഞങ്ങളെ കിടന്ന് ഒച്ചയെടുക്കുമ്പോൾ പോലും ഡോക്ടർമാരില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ഒരുപാട് ഒച്ചയെടുത്ത കുറേ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ്. അവർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മാറ്, നിങ്ങളൊന്നും ഇവിടെ നോക്കണം. അപ്പം ഞങ്ങൾ ചോദിച്ചു, ഈ ആളുകളെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി തന്നെയാണോ തീരുമാനമെന്ന് ചോദിച്ചു. ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകളെ, പ്രതികരിക്കുന്ന ആളുകളെ അടിച്ച് നിർവീര്യമാക്കുക എന്നുള്ള സമീപനം സംസ്ഥാന സർക്കാർ എടുക്കുന്നു. അതെന്തിനു വേണ്ടിയാണെന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. എനിക്ക് തോന്നുന്നു ഇന്നലത്തെ മിനിയാന്ത മെട്രോ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള 2 കാര്യങ്ങൾ ഇതുമായി കൂട്ടി വായിക്കണം. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും സമയബന്ധിതമായി ഞങ്ങൾ തീർത്തു. സമയബന്ധിതമായി തീർക്കുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിനെതിരെ നിൽക്കുന്ന ആളുകളെ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ആ കൈകാര്യം ചെയ്യുന്നതിന് സൂചന. അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ ആളുകളെ ഹർത്താലിനെ തുടർന്ന് അറസ്റ്റ് ചെയ്ത് പ്രശ്നങ്ങളുണ്ടായി കസ്ബ സ്റ്റേഷനിൽ നിന്ന് പുറത്തു വരുമ്പോൾ മേഴ്സിക്കുട്ടിയമ്മ അടക്കം പറഞ്ഞെന്താ, ഞങ്ങൾ ഈ അടുത്ത കുറേ ദിവസത്തേക്ക് ജൂലൈ 4-ാം തീയതി വരെ ഈ പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോകും, പോലീസുമായിട്ട് ഇനി പ്രശ്നങ്ങളില്ലാണ്ടാവില്ല. പക്ഷെ ഇന്നെന്താണ് നടന്നത്? ഇന്നും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ക്രൂരമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ടെ. ഞാനിപ്പോൾ ശർമ്മ MLA ചോദിച്ചു, എന്താണ് സഖാവെ നടക്കണേന്ന്. അപ്പോൾ സഖാവ് പറയണ ഞങ്ങളുടെ നിർദ്ദേശപ്രകാരമല്ലാന്ന്. പിന്നെ ആരുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് ഇവിടെ തേർവാഴ്ച നടത്തുന്നത്? ആളുകൾ പറയട്ടെ, ഇടതുപക്ഷം പറയട്ടെ. ഞങ്ങൾക്ക് സ്വൈര്യമായിട്ട് ഇവിടെ ജീവിക്കണം. ഈ പുതുവൈപ്പ് ഇന്നത്തെ നിലയിലായത് ഞങ്ങളുടെ കാരണന്മാരുടെ ഒരുപാട് പ്രയത്നം കൊണ്ടാണ്. അവിടെ ഈ ഒരു ബോംബ് കൊണ്ടുവന്ന് വെച്ചത് എന്തിനു വേണ്ടിയാണ്? ഞങ്ങൾക്ക് വേണ്ടിയാണോ? ഇത് ഞങ്ങളുടെ വികസനത്തിന് വേണ്ടിയാണോ വെക്കണത്? ഇവർ ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയല്ലേ വെക്കണത്? ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ജീവൻ ബലി കഴിച്ച് ഞങ്ങൾ ഈ സമരത്തിന് മുമ്പിൽ തന്നെ നിൽക്കും. എന്ത് വന്നാലും ശരിയാണ്. ഇത് ഇവിടുന്ന് പോകാണ്ട് ഞങ്ങൾ ഇവിടുന്ന് പിന്മാറില്ല. ഇക്കാര്യത്തിൽ ഒരു അന്ത്യം പറഞ്ഞോളൂ സുഭാഷ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങളിൽ മുഴുവനും പുതുവൈപ്പ് സമരം നിറഞ്ഞു നിൽക്കുകയാണ്. പുതുവൈപ്പ് സമരം നിറഞ്ഞു നിൽക്കുകയാണ്. 2 ദിവസം മുമ്പ് എറണാകുളത്ത് നടത്തിയ ക്രൂരമായ ലാത്തി ചാർജ്, യതീഷ് ചന്ദ്ര എന്ന സിറ്റി പോലീസ് കമ്മീഷണർ, അദ്ദേഹം നേരിട്ട് ഒരു സിറ്റി പോലീസ് കമ്മീഷണർ അടിക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ അടിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അങ്കമാലിയിലും അടിച്ചത് ഇദ്ദേഹം തന്നെയാണ്. നമുക്ക് ചോദിക്കാനുള്ള ഇന്നുണ്ടായ സംഭവം, ആ ലാത്തി ചാർജ് കഴിഞ്ഞു. പലരുടെയും പേരിൽ കള്ളക്കേസ് എടുത്തു, സ്ത്രീകളടക്കം പലരും ആശുപത്രിയിലായി. അന്ന് മന്ത്രി മേഴ്സിക്കുട്ടി അമ്മ ഒക്കെ ഇടപെട്ട് ഒരു തീരുമാനം പ്രഖ്യാപിച്ചു. ഇവിടെ പണി തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയാണ്. ആ ഉറപ്പ് ഇവിടെ ജനങ്ങൾ വിശ്വസിച്ചു. 120 ദിവസമായി ഇവിടെ സമരം നടക്കുന്നു. ഈ സമരമുഖത്ത് യാതൊരു അക്രമവും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നിവിടെ പോലീസ് ജീപ്പിൽ ചില പണിക്കാരെ കയറ്റി കൊണ്ടുവന്ന് പോലീസുകാർ തന്നെ അവരെ ഈ പണിക്കാരെ ഈ കോമ്പൗണ്ടിനകത്തേക്ക് കടത്തിവിട്ടു. ജനങ്ങൾ വന്ന് തടഞ്ഞു. ഉണ്ടായ സംഭവം, മതിലിനകത്ത് നിന്ന് ഈ പോലീസ് കടത്തിവിട്ട ആളുകൾ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. പോലീസ് ലാത്തിച്ചാർജ് നടത്തി. പോലീസിനെ സമരക്കാർ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് ലാത്തിച്ചാർജ് നടത്തിയത്. എത്ര ക്രൂരമായിരുന്നു ആ സംഭവം. കുട്ടികളെയും സ്ത്രീകളെയും അറിയുമോ? കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ 77 ആളുകൾ ഇപ്പോഴുണ്ട്. അതിൽ 70 പേര് സ്ത്രീകളാണ്. മുൻപം സ്റ്റേഷനിൽ 47 പേരുണ്ട്, 17 പേര് സ്ത്രീകളാണ്. അവരാരും അവിടെ പോകാൻ തയ്യാറില്ല. നേരത്തെ സഹോദരി പറഞ്ഞതുപോലെ ഇവിടെ ഈ പ്ലാന്റ് വേണ്ട. ശരി, ഒരു സംശയം ആ കാര്യത്തിൽ ഒറ്റക്കെട്ടായി എതിർക്കും. ഇക്കാര്യത്തിൽ ഒരു അന്തിമ വിധി വരുന്നതുവരെയാണോ കാത്തു നിൽക്കേണ്ടത്? അന്തിമ വിധി വരുന്നത് കാത്തു നിൽക്കുന്നത് ആ കേസ് കൊടുത്ത വ്യക്തിയാണ്. ഞങ്ങൾ അന്തിമവിധി ഈ സ്ഥാപനം ഇവിടെ വേണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ അന്തിമവിധി. കാരണം ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഗവൺമെൻറ്, ജനങ്ങളിലാണ് അവരുടെ വിശ്വാസമെങ്കിൽ ജനങ്ങളാണ് അവരെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ ഗവൺമെൻറ്റിനുണ്ടെങ്കിൽ ഇവർ മുടക്കിയ പൈസ പൊതുമുതലാണ്, നമ്മുടെ മുതലാണ്. ആ മുതൽ കണ്ടില്ലെന്ന് നടിച്ചാൽ പോലും ഇതിവിടെ നിന്ന് ഉപേക്ഷിക്കുന്നതാണ് ഗവൺമെൻറ്റിന് അഭികാമ്യം. അതല്ലെങ്കിൽ ഇനി ഇതിന് ശേഷം ഉണ്ടാകുന്ന എല്ലാ സംഭവവികാസങ്ങൾക്കും നമ്മളുടെ ഈ സ്റ്റേറ്റ് ഭരിക്കുന്ന മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ തന്നെയായിരിക്കും അതിൻ്റെ ഉത്തരവാദി. കാരണം
അദ്ദേഹം ഇതൊന്നും അറിയാൻ പാടില്ലാത്തതല്ല. ഒരുപടി സമരങ്ങൾ നയിച്ച് വളരെ ചെറുപ്രായത്തിൽ 10 വയസ്സ് മുതൽ ഇവിടം വരെ എത്തിയ നേതാവായ മനുഷ്യനാണ്. ഈ മത്സ്യത്തൊഴിലാളികളുടെയും ഈ ജനങ്ങളുടെയും വികാരം 100% അദ്ദേഹത്തിന് അറിയാം. സമരത്തിൻ്റെ വികാരം അറിയാം. ഈ വിഷയങ്ങളെല്ലാം കോർപ്പറേറ്റിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ആ ജനകീയനായ മുഖ്യമന്ത്രിയാണെങ്കിൽ ഞങ്ങളുടെ ജനമനസ്സുകളിൽ അങ്ങേർക്ക് ഇടമുണ്ടാകും. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് 10-12ഓളം ഉപദേശികളുണ്ട്. ഈ ഉപദേശികളെല്ലാം കോർപ്പറേറ്റുകളുടെ നോമിനികളാണ്. അവരാൽ നയിക്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രി ഒരിക്കലും ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ ഇടം കയറുകയില്ല. നമ്മളുടെ മുൻപിൽ നായനാരുണ്ട്, VS ഉണ്ട്, അവരെല്ലാം ജനങ്ങൾ തോളിലേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തിനെ ഞങ്ങൾ തോളിലേറ്റാൻ ആഗ്രഹമുണ്ട്. അതിന് വേണ്ടി ചെയ്യേണ്ടത് ഈ പ്രോജക്റ്റ് ഇവിടെ വേണ്ട എന്നുള്ള തീരുമാനം അദ്ദേഹം താമസിയാതെ അദ്ദേഹം പ്രഖ്യാപിക്കണമെന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. വല്ലാറുടം കണ്ടെയ്നർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മൻമോഹൻ സിംഗ് വന്ന ടൈമിൽ ഈ 3-4 ദിവസം വരെ ഈ പ്രോജക്റ്റ് ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞിരുന്നു. വല്ലാറുടം കണ്ടെയ്നർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മൻമോഹൻ സിംഗ് വന്ന ടൈമിൽ ഈ 3-4 ദിവസം വരെ ഈ പ്രോജക്റ്റ് ഇവിടുന്ന് പോകും, തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞായിരുന്നു. ആ പുള്ളി ഉദ്ഘാടനം ചെയ്തതിന് പോയതിന് ശേഷം ഈ പ്രോജക്റ്റ് ആ ദിവസം തന്നെ വന്നായിരുന്നു ഇത് പുതിയ തന്നെ വന്ന് സ്ഥാപിക്കണമെന്ന്. ഈ സർക്കാർ ഞങ്ങൾ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മേഴ്സിക്കുട്ടി അമ്മയുടെ ചർച്ചയിൽ പറഞ്ഞ് ഈ പ്രോജക്റ്റ് ഇവിടെ നിർത്തിവെക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇത് ഇവിടെ ലാത്തി ചാർജും കാര്യങ്ങളായിട്ട് ഞങ്ങൾ ഈ ഓരോ സർക്കാർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ഇനി വ്യത്യസ്ത ഭാഗങ്ങൾ പറയാനുള്ളവർക്ക്. അതായത് 120 ദിവസമായിട്ട് നടക്കുന്ന സമരമാണിത്. ഈ സമരത്തിന് ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ട് പോലീസിൻ്റെ കിരാതവാഴ്ച നടത്തിയതിന് ആ സമരത്തെ അടിച്ചമർത്താൻ നോക്കിയാണ്. അപ്പം ഈ ചർച്ചയിലുണ്ടല്ല നമ്മുടെ ഈ കമ്പനിയുടെ റെപ്രസെന്റ് ചെയ്ത ഒരാളെങ്കിലും കൊണ്ടുവരണ്ടേ നിങ്ങൾ? അപ്പോൾ അവർക്കൊണ്ട് അവർ പറയാനുണ്ട്, അവർക്ക് പറയാനുണ്ടാവില്ല ഈ എന്തുകൊണ്ട് ഈ സാധനം നടത്തണം എന്നുള്ളത്. ആ ചർച്ച അവരെ വേണ്ടിയിരുന്നത് നിയന്ത്രിക്കാൻ കഴിയില്ല. കേരളത്തില് നിരവധി വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. അതിൽ വാദങ്ങളും പ്രതിവാദങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ചർച്ചയിൽ ഒരു പക്ഷം മാത്രമേ ഉള്ളൂ ഈ പ്ലാന്റ് ഇവിടെ വേണ്ട എന്നുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള അഭിപ്രായമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഇത് ഇവിടുത്തെ ഭരണാധികാരികൾ മനസ്സിലാക്കണം. പിണറായി വിജയന് മാത്രമാണ്, ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് ഈ വിഷയം മനസ്സിലാക്കാത്തത് എന്നാണ് ഇവിടെ നടക്കുന്ന ചർച്ചയിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ലാത്തി ചാർജ് നടത്തിയ യതീഷ് ചന്ദ്ര ഇവിടെ സർ CPക്കും അതുപോലെ തന്നെ ജയറാം പടിക്കലിനും ലക്ഷ്മണയ്ക്കും കീഴടങ്ങാത്ത ജനതയാണ് കേരളത്തിലെ ജനത. ആ ജനതയ്ക്ക് മുമ്പിലാണ് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരുന്നത്. ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് എതിർക്കും. വൈപ്പിനിലുള്ളവർ മാത്രമല്ല, കേരളത്തിൽ ഇതിന് പിന്താങ്ങുന്ന മുഴുവൻ ആളുകളും നാളെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. യതീഷ് ചന്ദ്രയുടെ പെരുമാറ്റം എന്തോ കോളനി രാജ്യത്തിൻ്റെ സാമ്രാജ്യത്വ ശക്തിയുടെ അധിനിവേശം പോലെയാണ്. ഇവിടെ ജനപ്രതിനിധികളില്ലേ? ഇതിനൊന്നും നിയന്ത്രിക്കാൻ ആളില്ലേ? നിങ്ങൾ ആ തരത്തിൽ പരാതിപ്പെട്ടില്ലേ? ജനപ്രതിനിധികൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജനപ്രതിനിധികളാണെങ്കിലല്ലേ അത്തരം പരാതിക്ക് പരിഹാരം ഉണ്ടാവുള്ളൂ. യതീഷ് ചന്ദ്രനെ ഇവിടെ നിയോഗിച്ചത് നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ അങ്കമാലിയിലെ CIT-കാരെ വഴിനടക്കാരെയും അടിച്ച് ഓടിച്ച ഈ ഉദ്യോഗസ്ഥനെ അന്ന് പേപ്പട്ടി എന്നും ഭ്രാന്തനെന്നും പറഞ്ഞതാണ് VS അച്യുതാനന്ദനും ഈ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും. അത്തരം ഉദ്യോഗസ്ഥനെ ഈ കൊച്ചി പോലുള്ള ഈ നഗരത്തിൽ ഇത്തരം പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ ഭാഗം അടിച്ചമർത്താൻ വേണ്ടി മാത്രമാണ് ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്. ഇപ്പോ ഈ ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ തെറ്റാണെങ്കിൽ ഗവൺമെന്റ് പ്രാഥമികമായിട്ട് അയാൾ ചെയ്യേണ്ടത് അയാൾ അടിയന്തരമായിട്ട് സസ്പെൻഡ് ചെയ്യുകയാണ്. പക്ഷെ അയാളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് എന്താ മനസ്സിലാക്കേണ്ടത്? ഈ കമ്പനിയുടെ കാശ് മേടിച്ചിട്ടാണ് ഇയാൾ ഈ ജനങ്ങളെ തല്ലിച്ചയച്ചത്. പക്ഷെ ഇതുകൊണ്ടൊന്നും വൈപ്പിൻ ജനത പിൻവാങ്ങില്ല. കാരണം ഒരു വൻ സമര ചരിത്രത്തിന്റെ പാരമ്പര്യമുള്ള ജനതയാണ്. ഇവിടെ എല്ലാം ഞങ്ങൾ സമാധാനപരമായിട്ടുള്ള സമരത്തിലൂടെ നേരിട്ടുള്ള ഈ ആദ്യത്തെ ദിവസം അറസ്റ്റ് ചെയ്തിട്ട് ഇവിടുത്തെ പോലീസുകാരുടെ മേത്തൊരു മണ്ണ് തരി ഇവിടുത്തെ ജനത നുള്ളിയിട്ടില്ല. എല്ലാവരും അറസ്റ്റ് വരിച്ച് ജയിലിലേക്ക് പോവുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഈ എറണാകുളത്ത് ഈ തേർവാഴ്ച മുഴുവൻ നടത്തിയത്. ഇന്നും ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ CIക്ക് ഞാൻ ഉറപ്പ് കൊടുത്തു. SP ചർച്ചയിൽ പറഞ്ഞു, ഞങ്ങളായിട്ട് പോലീസിനെ ആക്രമിക്കില്ല, പോലീസും ഞങ്ങൾ ആക്രമിക്കരുത്. ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ കൊണ്ട് തുറങ്കല്ലടിച്ചോ, ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റാത്ത സാഹചര്യം ഈ കമ്പനി വന്നാൽ ഉണ്ടാകും. അതുകൊണ്ട് ഞങ്ങളെ സുരക്ഷിതമായിട്ട് നിങ്ങൾ പാർപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു. ഞങ്ങളുടെ ഇവിടെ വൃദ്ധരായവർക്ക് മരുന്നും ഭക്ഷണവും ഇവിടുത്തെ കുട്ടികൾക്ക് പാലും അവർക്ക് എല്ലാ വേണ്ട സൗകര്യങ്ങളും ചെയ്തു തന്നോ. പണി ആരംഭിച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പറ്റില്ല. അതിൻ്റെ പേരിലാണ് ഞങ്ങൾ സമരം ചെയ്യാൻ വരുന്നത്. നിങ്ങൾ അവരെ സുഖമാക്കാൻ വേണ്ടി ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ട് ജീവിതം അവിടെ ആക്കി തന്നാൽ മതി. ആ ജയിൽ നടക്കൽ സമരം ഞങ്ങൾ ഇനി ആരംഭിക്കാൻ പോവുകയാണ്. ശരി.
ഇവിടെ വൈപ്പിൻകരയിൽ ഇതിന് 2 വർഷം മുമ്പ് ഒരു LNG ഗ്യാസ് പൊട്ടിയിട്ടൊരു വീട്ടിൽ സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സിലിണ്ടർ പൊട്ടിയ സമയത്ത് ആ വീട് മുഴുവൻ കത്തി നശിക്കുന്നത് വരെ ഒരു ആംബുലൻസിന് പോലും അല്ല ഒരു ഫയർ ഫോഴ്സിന് പോലും അവിടെ എത്താൻ പറ്റാത്ത റോഡുകളാണ് നമുക്കെന്നുള്ളത്. ഇവിടെ ഈ ടാങ്ക് വരുന്നതിൻ്റെ ഈ റോഡ് മാത്രമേ ഉള്ളൂ ഇത്തരം വലുതായിട്ടുള്ളത്. ഇവിടെ നിന്ന് ഈ 23 വാർഡുള്ള ഈ ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്തിൽ ഒരു ഫയർഫോഴ്സ് കയറി പോകാൻ പറ്റുന്ന ഒരു നല്ല റോഡ് ഇപ്പോഴുമില്ല. ഇവിടെയുള്ള ഫയർഫോഴ്സിൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ വലിയ വണ്ടികളാണ്. ആ വണ്ടികളൊന്നും കയറി പോകാൻ പറ്റുന്ന ഒരു റോഡുകളും ഇവിടെ ഇല്ല. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ കത്തി നശിക്കുന്നത് വരെ നോക്കി നിൽക്കാതല്ലാതെ വേറൊരു മാർഗവുമില്ല. ഇപ്പോൾ ഇത് വരുന്നതിനെ സംബന്ധിച്ചിട്ട് ഒരു ഫയർഫോഴ്സിൽ ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്തിന് വന്നിട്ടുണ്ട്. പക്ഷേ അത് വരാൻ മാർഗം ഈ പരിസരത്ത് മാത്രമേ ഉള്ളൂ. വേറെങ്ങും ഒരു സ്ഥലത്തേക്കും ഈ വണ്ടി കയറുന്ന മാർഗ്ഗങ്ങളൊന്നുമില്ല. എല്ലായിടത്തും 2 മീറ്റർ വീതിയുള്ള ചെറിയ കോൺക്രീറ്റ് വഴികളാണുള്ളത്. അത് കൊടുത്തുകൊണ്ട് നമ്മുടെ ജനങ്ങളെല്ലാം ഒന്ന് ടേസ്റ്റ് പിടിപ്പിച്ച് നിർത്തും. ഇത് വഴി കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ജനങ്ങളൊന്നും മിണ്ടാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ സംഭവിക്കാറുള്ളത്. ശരി, അടുത്ത ആൾ പറഞ്ഞു. ഇൻഷുറൻസ് ചെയ്യാന്ന് പറഞ്ഞ് ഈ ടാങ്ക് ഇവിടെ വന്ന് പൊട്ടി ഞങ്ങൾക്ക് ചത്ത് കഴിയുമ്പോൾ ഈ ഇൻഷുറൻസ് ആര് മേടിക്കും? പിണറായി ഞങ്ങളുടെ ഇൻഷുറൻസ് മേടിക്കാനിരിക്കുന്നത്. ഞങ്ങൾ ഇത് പോകുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യും. നിങ്ങളുടെ അമ്മയാണ് ഞാൻ പറയുന്നത്. എന്റെ മക്കളെ രക്ഷിക്കാൻ ഈ കിടക്കുന്ന മക്കളെല്ലാം എന്റെ മക്കളാണ്. ആ മക്കളെ രക്ഷിക്കാൻ വേണ്ടി ഈ 700 പേർക്കടെ ഇൻഷുറൻസ് പിണറായി മേടിച്ചു. ജനങ്ങളാരും ഉണ്ടാവില്ല, ചത്തൊടുങ്ങും. ആംബുലൻസ് വിളിച്ചോട്ടെ, ആംബുലൻസ് ആരെക്കൊണ്ടായാലും ആംബുലൻസ് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഈ IOC ഞങ്ങൾക്ക് ഇവിടെ വേണ്ട. ഞങ്ങളെ മരിക്കാൻ ശരി മുരളി, ഈ എത്രയാണ് ഇവിടുത്തെ ഒരു ആകെ ജനസംഖ്യ? എങ്ങനെയാണ് അതിനെ ബാധിക്കാൻ? ഞങ്ങളുടെ ഇളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ വിസ്തൃതി 11.5 കിലോമീറ്ററാണ്. ഇവിടെ ഏകദേശം 65,000 ജനങ്ങൾ തിങ്ങിപ്പറങ്ങുന്നു. ഈ പഞ്ചായത്തിൽ പകുതി ഭാഗം ഇത് വെള്ളക്കെട്ടുകളും പാടങ്ങളും ചതുപ്പുകളും കണ്ടൽക്കാടുകളും നിറഞ്ഞതാണ്. ആ 5.5 സ്ക്വയർ കിലോമീറ്ററിലാണ് 65,000 പേർ തിങ്ങി താമസിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ഡെൻസിറ്റിയുള്ള സ്ഥലത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഒരു ദിവസം 500 ടാങ്ക് ഇവിടെ നിറച്ച് ഈ വഴിയിലിടണമെങ്കിൽ പകൽ നിറച്ചത് ഈ വഴിയിലിടണം. അതിനുശേഷം ഈ 500 ടാങ്കർ പാസ് ചെയ്ത് പോകേണ്ടത് ഈ നിലവിലുള്ള കണ്ടെയ്നർ റോഡ് വഴിയാണ്. DP വേൾഡിൻ്റെ എല്ലാ തരത്തിലുള്ള വികസനം പൂർത്തിയാകുമ്പോൾ 3000 കണ്ടെയ്നർ ലോറികൾ അതിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. കൂട്ടത്തിൽ 500 ലോറിയും കൂടി കടന്നു പോയാൽ ഇവിടെ ഈ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം എത്ര കണ്ട് സുഗമമാകും? കാരണം ഇത് വൻ ദുരന്തത്തിലേക്കാണ് ഇതിവിടെ നയിക്കുന്നത്. ഇന്ന് ഒരു ടാങ്കർ ക്യാപ്സൂൾ വണ്ടി വടക്കൻ ജില്ലയിൽ മറിഞ്ഞിട്ടുണ്ട്. ആ ദൈവാധീനത്തിന്റെ പേരിൽ കത്തുപിടിച്ചില്ലെന്ന് പറയുന്നത്. ഇവിടെ എല്ലാ സേഫ്റ്റിയും കൊടുക്കുന്നത് ദൈവത്തിനാണ്. എല്ലാം പറയുമ്പോൾ ഈ IOCയുടെ വണ്ടികളാണ് മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും കെടുകാര്യസ്ഥതയുള്ള ഒരു പെട്രോളിയം കമ്പനി ഇന്ത്യയിൽ വേറെ ഇല്ല. അവർക്ക് അവരുടെ ലാഭം മാത്രമേ ഉള്ളൂ. ഒരു ആംബുലൻസ് ഈ ഉദയംപേരൂർ അവരുടെ പ്ലാന്റിലില്ല. അവിടുത്തെ തൊഴിലാളിക്ക് പൊള്ളലേറ്റിട്ട് 2 വീലറിന് കയറ്റി കൊടുക്കേണ്ട വന്നു. ഞങ്ങൾ ഈ ചർച്ചയ്ക്ക് പോയപ്പോൾ ബിഷപ്പ് ഹൗസിൽ ഇതിന്റെ GM ഉൾപ്പെടെ ചർച്ച ചെയ്തപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ പിണറായിയിൽ ഒരു ആംബുലൻസ് നൽകിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവരിവിടെ സ്റ്റേറ്റിന് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ പറഞ്ഞു. പിണറായിയിൽ ഒരു ആംബുലൻസ് നൽകിയിട്ട് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ആളുകളെ സ്വാധീനിക്കാൻ ശേഷിയുള്ളവരാണെന്ന് ചർച്ചയിലൂടെ ഞങ്ങളോട് പറയുകയാണ്, തുറന്നു പറയുകയാണ് അവർ. ശരി, സ്ഥലവും എടുത്തിട്ട് പണിയും തുടങ്ങി. പക്ഷെ അവിടെ ആരും സമരവും ചെയ്തില്ല, ആരും ഇതിനെതിരെ പ്രതിഷേധിച്ചില്ല. പക്ഷെ അറബി പണി നിർത്തിവെച്ച് ഒരു കിളി അത് കൂടുകൂട്ടി മുട്ടയിട്ടെന്നും പറഞ്ഞില്ലേ, ആ കിളിയുടെ വില പോലും ഞങ്ങൾക്കില്ലേ? അവർ നേതാക്കന്മാർക്ക് പൈസയും ഇത് മാത്രമാണ് വേണ്ടത്, വികസനവും അല്ല, പൈസ മാത്രം മതി അവർക്ക്. ശരി, ഇപ്പം അടുത്ത മുഖ്യമന്ത്രിയുടെ ചർച്ച സ്വാഭാവികമായിട്ടും സമരം ഈ നിലയിൽ കേരളമാകെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എല്ലാ കാലഘട്ടത്തിലുള്ള സമരം ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമരമായി മാറിയിരിക്കുന്നു. അപ്പോൾ അടുത്ത ചർച്ചയിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നില്ലേ സമരസമിതി? ഞങ്ങൾക്ക് ചർച്ചയിൽ പ്രതീക്ഷയില്ല. കാരണം വളരെയധികം പ്രതീക്ഷയോടെ ഇപ്പോൾ ചർച്ചയാണ്. കഴിഞ്ഞ മാസം 11-ാം തീയതി നടന്നത്. അറ്റ്ലീസ്റ്റ് വേറെ ഒന്നും പറയില്ല, കോടതി വിധി വരെയെങ്കിലും വെയിറ്റ് ചെയ്യാൻ ആ കമ്പനിയോട് പറയുമെന്നാണ് കരുതിയത്. കാരണം ഒരു സാമാന്യ മര്യാദയാണല്ലോ. അതുപോലും ഉണ്ടാകാതെ ഇനി അടുത്ത ഡേറ്റിൽ ഞങ്ങൾ
ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു. ഇതിവിടെ സ്ഥാപിക്കാനുള്ള ചർച്ചയാണെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല. ഇതിവിടെ സ്ഥാപിക്കേണ്ട എന്ന് തീരുമാനിക്കാനാണെങ്കിൽ ചർച്ചയ്ക്ക് പൂർണ്ണ മനസ്സോടെ പോകും. അല്ലാത്തൊരു ചർച്ച ഞങ്ങൾക്ക് വേണ്ട. ഇത് ഇവിടെ എന്ത് വില കൊടുത്തും തടയുമെന്ന് ഇവിടുത്തെ ഓരോ ജനങ്ങളും ഓരോ വ്യക്തിയും പ്രതിജ്ഞ എടുത്ത് കഴിഞ്ഞ് ഇനി ചർച്ചയിലൊന്നും വലിയ കാര്യമില്ല. ഇവിടെ നിന്ന് ജനങ്ങൾ ഇപ്പോൾ സമാധാനപരമായിട്ടുള്ള സമരമാണ് നടത്തുന്നത്. ഇത് വഴുതി പോകാൻ സാധ്യതയുണ്ട്. കാരണം ഞങ്ങൾ ഭയക്കുന്നു. ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പണിയാൻ വന്നവരും ഈ IOC-ക്കാർ ഇത് മാത്രമല്ല, അപ്പുറത്ത് സുഗമമായി നടക്കുന്ന ഒരു പ്രോജക്റ്റും ഞങ്ങൾ അനുവദിക്കില്ല. ഈ KRL ഉൾപ്പെടെ ഞങ്ങൾ തടസ്സപ്പെടുത്തും, LNG തടസ്സപ്പെടുത്തും. 1% ആണ് LNG-യുടെ വികസനം. ഭയങ്കര ഗംഭീരമായിട്ട് പറഞ്ഞാണ് DP വേൾഡ് 2000 കോടിയാണ് കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ വികസനത്തിന് വേണ്ടി നൽകിയത്. 35% ലാഭം വീതം കൊള്ളയാണ്. ശ്രീ സുഭാഷ്, എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഏത് സമരത്തെയും വിജയിപ്പിക്കാനാകൂ. ഇപ്പോൾ നിങ്ങളുടെ പാർലമെൻറ്റ് മണ്ഡലമാണിത്. ചുറ്റുവട്ടത്ത് കോൺഗ്രസ് MLA-മാരുണ്ട്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുക്കണമെങ്കിൽ, ഒരു വികസന പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുക്കുക ചിലപ്പോൾ മർക്കടമുഷ്ടി ഒന്നും കാണിക്കില്ലായിരിക്കും. എല്ലാവരും ഒരുമിച്ച് അപ്പോൾ ആ നിലയിൽ നിങ്ങളും രൂപപ്പെട്ടിട്ടുണ്ടോ? കോൺഗ്രസ് പാർട്ടിയും UDF-ഉം ഇത് വേണ്ട എന്ന് ഗവൺമെൻറ്റിനോട് നിർബന്ധം ചെലുത്തുന്ന വിധത്തിൽ? തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് പറഞ്ഞോളൂ, കേൾക്കാം. പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്നു, ഈ സമരപ്പന്തലിൽ വന്നു, സമരം ചെയ്യുന്ന ആളുകളുമായി സംസാരിച്ചു. അവർക്ക് എല്ലാവിധ പിന്തുണയും പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചു. ഇന്ന് മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഇവിടെ എത്തി. ഇന്ന് രാവിലെ ഈ ലാത്തി ചാർജുമായി ബന്ധപ്പെട്ട് KPCC-യുടെ ഭാരവാഹികളെത്തി. PT തോമസ് MLA വന്നു, ഹൈബീഡൻ MLA വന്നു, ഡോമിനിക് പ്രസന്റേഷൻ വന്നു, ലതിക സുഭാഷ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം വന്നു. കോൺഗ്രസ് ഈ കാര്യത്തിൽ ഇവിടെ ശക്തമായ ഒരു തീരുമാനത്തിലാണ്. ഈ ജനങ്ങൾക്ക് വേണ്ടാത്ത ഈ IOC-യുടെ പ്ലാന്റ് ഇവിടെ സ്ഥാപിക്കുന്നതിനെതിരായി വൈപ്പിൻ നിവാസികൾ സമരസമിതി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന് പൂർണ്ണമായ പിന്തുണയാണ് കോൺഗ്രസ് പാർട്ടി UDF-ഉം ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. നമ്മൾ 96-ലാണ് ജനകീയാസൂത്രണ പദ്ധതി നടപ്പിലാക്കുന്നത്. അധികാരം താഴെത്തട്ടിലേക്ക്, വികസനം എവിടെ നിന്ന് തുടങ്ങണമെന്ന് അവിടുത്തെ ജനങ്ങൾ ഗ്രാമസഭ കൂടി തീരുമാനിക്കും. മറിച്ച് മുകളിൽ നിന്ന് കെട്ടി ഇറക്കുന്ന എല്ലാ വികസനത്തിനും നമ്മളെതിരാണെന്നും ഇടതുപക്ഷം അന്ന് പറഞ്ഞു. അതേ ഇടതുപക്ഷമാണ് ഇപ്പോഴും ഭരിക്കുന്നത് എന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രി ഓർത്താൽ നന്ന്. കാരണം ഇവിടുത്തെ താഴെത്തട്ടിൽ നിന്ന് ജനങ്ങൾ പറയണ ഒരു പദ്ധതി വേണ്ട എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് ഞങ്ങൾ കെട്ടിയിറക്കുമെന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് പഴയ ജനകീയാസൂത്രണ പരിപാടി അല്ലെങ്കിൽ 72 ഭരണഘടനാ ഭേദഗതി അനുസരിച്ചിട്ടുള്ള ഗ്രാമസഭകൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ വികസനം നടപ്പാക്കാനായിട്ട് ജനകീയ ഗവൺമെന്റ് എന്ന് പറയുന്ന പിണറായി സർക്കാർ തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പുതുവൈപ്പിലെ ജനവികാരം എന്താണ് എന്ന് അറിയിക്കുക മാത്രമാണ് ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം IOC-യുടെ ഭാഗം എന്താണ് എന്ന് ഈ ചർച്ചയിലൂടെ വെളിപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ ജനത ആഗ്രഹിക്കുന്നു ഇങ്ങനെ ഒരു LPG പ്ലാന്റ് ഇവിടെ ആവശ്യമില്ല, അത് തങ്ങളുടെ നാശത്തിന് കാരണമാകുമെന്ന്. മറുപക്ഷമുണ്ടാകാം. ആ മറുപക്ഷവുമായി മറ്റൊരു ദിവസം വരുന്നത് വരെ നമസ്കാരം.